അപ്പോൾ നമ്മൾ ഓണച്ചിത്രങ്ങളുടെ പാർട്ട് 2ലേക്ക് കിടക്കുകയാണ്. നമ്മുടെ 3 ചിത്രങ്ങൾ, മിച്ചമുള്ള 3 ചിത്രങ്ങൾ, ഹൃദയപൂർവ്വം, ഓടുംകുതിര, ചാടുംകുതിര, മേനെ പേർക്കിയ, ഈ 3 ചിത്രങ്ങളോടെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ അതിനെപ്പറ്റി സംസാരിക്കുകയാണ്. അപ്പോൾ ഈ 4 ചിത്രങ്ങൾ ഇറങ്ങിയതിൽ എനിക്ക് പേഴ്സണലി ലോകയാണ് ഈ ഓണം വിന്നറായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ബാക്കി 3 ചിത്രങ്ങളും ഈ കണ്ട് ജസ്റ്റ് പാസ് ചെയ്ത് വിടാവുന്ന ടൈപ്പ്, പാസ് ചെയ്ത് വിടാന്നല്ല. ഇപ്പോൾ ഹൃദയപൂർവ്വം നല്ലൊരു സിനിമയാണ്. ഓടുംകുതിര, ചാടുംകുതിരയ്ക്ക് ഭയങ്കര നെഗറ്റീവ് റിവ്യൂ ഉണ്ടായിട്ടും എനിക്ക് പേഴ്സണലി ആ പടം വർക്കായി. ഞാൻ ഓടുന്നുണ്ട്. എനിക്കത് പടം ഞാൻ ആസ്വദിച്ചു. മേനെ പ്യാർക്കിയ എനിക്ക് ഒട്ടും ആസ്വദിക്കാൻ പറ്റിയില്ല. എനിക്ക് കുറച്ച് വളരെയധികം ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്ന പടമായിരുന്നു മേനെ പ്യാർക്കിയ. ഇതായിരുന്നു നമ്മുടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇങ്ങനെയാണ്. സോ നമുക്ക് ആദ്യം ഹൃദയപൂർവ്വത്തെ പറ്റി സംസാരിക്കാം. ഹൃദയപൂർവ്വം ആക്ച്വലി എനിക്ക് നല്ലൊരു സിനിമ, അതായത് ഓണത്തിന് ഓണത്തിന് നമ്മൾ ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഓഫ് സിനിമകളാണ്. ഫാമിലി ആയിട്ട് എല്ലാവരും പോയി കാണുന്ന സത്യനന്ദിക്കാടിന്റെ ഒരു ഇങ്ങനെ ഒരു സിനിമയും ഓണത്തിന് ഇറങ്ങണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ടൈപ്പ് പടം. അപ്പോൾ അതിപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തപ്പോൾ മോഹൻലാലിന്റെ സക്സസ് സ്ട്രീക്ക് ഉണ്ടല്ലോ, ഇതിൽ മോഹൻലാൽ അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഇത്രയും നല്ലൊരു റിസപ്ഷനോ കാര്യങ്ങളോ കിട്ടിയെന്ന് ചിലപ്പോൾ വരില്ല അല്ലേ? അല്ല, അത് പടം കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലായത് ഈ പടത്തിന്റെ കാസ്റ്റിംഗിൽ ലാലേട്ടൻ അല്ലായിരുന്നുവെങ്കിൽ ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് വെച്ച് പിടിച്ചു നിൽക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു. ഇത് ലാലേട്ടന് വേണ്ടി ഡിസൈൻ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇനിഷ്യലി തൊട്ട് പുള്ളിയായിരുന്നു, ഐശ്വര്യ ആയിരുന്നു പ്ലാനിൽ, പിന്നെ മാറിയ അത് ചേഞ്ച് ആയതാണ്. അപ്പോൾ ഇതിനകത്ത് കണ്ടിരിക്കാവുന്ന പ്രധാന എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറെ മോഹൻലാൽ അവതരിപ്പിക്കുന്നതാണ്. ഈ കുറേ കാലമായിട്ട് ലാലേട്ടൻ നാച്ചുറൽ ആക്ടിംഗ് ആണ്, മറ്റതാണ് മറിച്ചാണ് നമ്മൾ കേൾക്കുമെങ്കിലും തുടരുമ്പോൾ അതിൻ്റെ ഒരു ഗ്ലിംസ് മാത്രമേ എനിക്ക് പേഴ്സണലി കുറേ നാൾക്ക് ശേഷം തുടരുവിലാണ് വന്നത്. അതിനുശേഷം പിന്നീട് അതിൽ ഏറ്റവും ക്ലിയർ കട്ടായിട്ട് ലാലേട്ടൻ്റെ നാച്ചുറൽ ആക്ടിങ് കാണാൻ പറ്റിയൊരു സിനിമ ഇതാണ്. അതിന് പ്രധാന റീസൺ ഇത് സിങ് സൗണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡബ്ബിങ് അല്ല, ഇത് സിങ് സൗണ്ട് ആയതുകൊണ്ട് തന്നെ പുള്ളിയെ ഭയങ്കര ഈസി ആയിട്ട് ഈ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ഭയങ്കര ഈസി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി, അത്ര ഈസി പടത്തിനുണ്ട്. പടം പ്രത്യേകിച്ച് ഒന്നിനെയും സീരിയസ് ആയിട്ട് നമുക്ക് എവിടെയും പടം നമുക്കും ഒരു പ്രഷർ തരുന്നതോ ഇല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ഇമോഷണൽ ഡെപ്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. അത് ഭയങ്കര സർഫസ് ലെവലിൽ ഇങ്ങനെ പടം ഇങ്ങനെ ഒരേ മൂടി സഞ്ചരിക്കുക, തുടങ്ങുമ്പോൾ ഒരേ ലൈനിൽ സഞ്ചരിക്കുക സിനിമ. അതുകൊണ്ട് സത്യനന്ദിക്കാട് സിനിമകളിലെ ഡ്രാമ പ്രതീക്ഷിച്ച് വരുന്നവരെ കുറച്ച് നിരാശപ്പെടുത്താം പടത്തിൽ ഒന്നും. പിന്നെ എനിക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ത്രൂ ഔട്ടേ മറ്റേ ഒരു ഓൾഡ് സ്കൂൾ ഫിലിം മേക്കിംഗ് തോന്നിയായിരുന്നു. ഒരു ഡയലോഗ് സീനുകളൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഇരുന്ന് സമാധാനമായിട്ട് പുതിയ മോഡേൺ ഒരു അത് ചിലർക്ക് അതിനെ നൊസ്റ്റാൾജിയ എന്നും പറഞ്ഞ് ട്രീറ്റ് ചെയ്യാം. ചിലരതിനെ ഇതെന്താണ് 90s ഫിലിം മേക്കിംഗ് ആണല്ലോ, ട്രെയിൻ കിട്ടി, അതെ ക്ലാസിക് ഫിലിം മേക്കിംഗ് എന്നും പറയാം. പക്ഷേ പഴഞ്ചൻ ഫിലിം മേക്കിംഗ് എന്നും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ച് മാറും. ഞാനിത് ശ്രദ്ധിച്ചു, പ്രത്യേകിച്ച് എനിക്കത് ബുദ്ധിമുട്ടോ നല്ലതോ ആയി തോന്നിയില്ല. ഇത് കുറച്ച് ഓൾഡ് സ്കൂൾ ആണല്ലോ എന്ന് ഫീൽ ചെയ്തു. പക്ഷെ അത് സത്യനന്ദിക്കാട് ഇതിനു മുമ്പുള്ള 1-2 സിനിമകളിൽ തോന്നിയില്ല, ഇതിലാണ് എനിക്ക് കൂടുതൽ തോന്നിയത്. കാരണം ഇതിലിപ്പം ഈ സിനിമ തന്നെ മുമ്പോട്ട് കൊണ്ടുവന്നത് ഈ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള കോൺവെർസേഷനില്ല, അല്ലാതെ ഇതിനകത്ത് വേറെ ഇവന്റുകളൊന്നും നടക്കുന്നില്ല. ഇപ്പം സത്യനന്ദിക്കാടിന് തന്നെ സിനിമയാണെങ്കിൽ പലയിടത്തും കോൺഫ്ലിക്റ്റോ ഡ്രാമയോ ഉണ്ടാകുന്ന എലമെന്റ്സ് വരുന്നുണ്ട്. പക്ഷെ അതിനെയൊക്കെ അവർ വളരെ കാഷ്വലി അതൊന്നും വേണ്ട, നമുക്ക് അതിലേക്കൊന്നും പോകണ്ട, നമുക്ക് പ്രശ്നം പെട്ടെന്ന് സിമ്പിൾ. മറ്റേ മെയിൻ ക്യാരക്ടർ ലാലന്റെ ക്യാരക്ടർ വളരെ കാഷ്വലി കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ കാഷ്വാലിറ്റി പടത്തിൻ്റെ എല്ലാ സിറ്റുവേഷനിലും വരുവാണ്. അപ്പം എല്ലാ പ്രശ്നങ്ങളും വളരെ കാഷ്വൽ. എനിക്ക് തോന്നുന്നു ആ കാഷ്വാലിറ്റി കൊണ്ടുവന്നത് മക്കളാന്ന് തോന്നുന്നു. അതെ ഇതൊന്നും അങ്ങനെ ഡീൽ ചെയ്യുന്ന ആക്ച്വലി ഇതില് നമ്മുടെ സംഗീത് പ്രധാന ക്യാരക്ടർ ഉണ്ടല്ലോ, പുള്ളി വരുമ്പോഴേ നമുക്കൊരു ഭയങ്കര റിലാക്സിങ് ഫീൽ. അതായത് ഇത് പുള്ളിയുടെ പുള്ളി എങ്ങനെയാണോ മറ്റേ പ്രേമലൂരിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ഒരു പരിപാടിയാണ് ഇതിനകത്ത്. പക്ഷേ എനിക്കത് റെപ്പറ്റീഷൻ ആണ്, എനിക്കത് ബോറിംഗ് ആയിട്ട് തോന്നില്ല. കാരണം ഇവർ രണ്ടുപേരും മോഹൻലാലും പുള്ളിയും തമ്മിലുള്ള കോമൻസിന് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനിതിന് കണ്ടുകൊണ്ടിരുന്നത് കാരണം കൊള്ളാം, ഇത് നമ്മളെ അത് ഉപദ്രവിക്കുന്നുമില്ല, നമുക്കത് മോശം പറയാനൊന്നും തോന്നുന്നില്ലാത്ത രീതിയിൽ ഇവർ തിരിച്ച് വരുമ്പോൾ രസിക്കാം. അത് തന്നെ ഇവരിലേക്ക് നമ്മൾ എപ്പോൾ കട്ട് ചെയ്ത് തന്നാലും നമുക്ക് രസകരമായിട്ടുള്ളൊരു സീനാണ് നടക്കും. അപ്പോൾ അതുകൊണ്ട് സിനിമ ഇങ്ങനെ ത്രൂ ഔട്ട് എത്ര നേരം പോയാലും എനിക്ക് തോന്നുന്നു സിനിമ സെക്കൻഡ് ഹാഫിൽ ഏതോ ഒരു പോയിന്റിൽ നിന്ന് പടം ഇപ്പോൾ തീരുമാനിക്കുന്നത് ഞാൻ തോന്നിയിട്ട് പിന്നെയും പോയി 1/2 മണിക്കൂർ ഓളം. അപ്പോൾ ഇങ്ങനെ പടം മുമ്പോട്ട് പോയിക്കൊണ്ടെങ്കിൽ ഞാൻ പറയും ഇതെന്താ സിനിമയിൽ എവിടെയും ഇത് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ മേലോട്ട് പോയിട്ട് ഇങ്ങനെ ഒന്നും അവസാനിക്കുന്നില്ല, പടം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, അങ്ങനെ പൊക്കോണ്ടിരിക്കുക. കാരണം സിനിമ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, നമുക്കിത് എപ്പോൾ വേണേലും നിർത്താം എന്ന് പറയുന്നില്ല. ഈ സിനിമ നിങ്ങൾ OTT ഇറങ്ങിയ ശേഷം നിങ്ങൾക്ക് ഈ സിനിമ എവിടുന്ന് കാണാം അല്ലേ? ഈ സിനിമ എവിടുന്ന് കണ്ടാലും ഈ സിനിമയുടെ കഥയിൽ വലിയ പുതിയ എന്താ പറയുക സംഭവങ്ങൾ നടക്കുന്നില്ല. നിങ്ങൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ 10 മിനിറ്റിൽ 20 മിനിറ്റ് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് വേറെ ഒന്നും നടക്കുന്നില്ല പടത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിനിമ ഏത് ഭാഗത്തുനിന്ന് കണ്ടാലും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ടൈപ്പ് ഒരു പടം. അതൊരു പുതുമയാണ്. അങ്ങനെ നമ്മൾ വളരെ ഫ്ലാറ്റായിട്ട് പോകുന്ന സിനിമകളെ ഇത് ഭയങ്കര ഫ്ലാറ്റാന്ന് നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഈ പടം ആസ്വദിച്ചിരിക്കാം എന്നുള്ളതാണ് സിമ്പിളായിട്ട് പറഞ്ഞാലുള്ള റിവ്യൂ. അതിന് ഈ ആക്ടേഴ്സാണ് മേജർ റീസൺ.
വന്ന ക്യാരക്ടേഴ്സ് അല്ല. എനിക്ക് ഈ സിദ്ദിഖിൻ്റെ ക്യാരക്ടർ ആയാലും എന്തുവായിരുന്നു പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് ഞാൻ പറഞ്ഞ ഒരു 4 ദിവസമായി കണ്ടിട്ട് പുള്ളിയുടെ ക്യാരക്ടർ രസം ഉണ്ടായിരുന്നു. പക്ഷേ ഇവരിവിടുന്ന് കേരളത്തിൽ നിന്ന് പൂനെക്ക് പോകും, ഒരു പോയിന്റിൽ നിന്ന് പൂനെക്ക് പോകും. അപ്പോൾ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത നല്ല രസകരമായ ക്യാരക്ടേഴ്സൊക്കെ കേരളത്തിൽ കിടക്കും. പിന്നെ ഇവരെ പൂനെക്ക് കൊണ്ടുവരും. ആ രസം പൂനെയിൽ അതുപോലെ രസകരമായ ക്യാരക്ടേഴ്സ് കുറവാണ്. മാത്രമല്ല അതിൽ ഒരെണ്ണം ലാലായിരുന്നു, അതും വല്ലപ്പോഴും ലാലുലക്സാണ്. അപ്പം അതും വല്ലപ്പോഴും വന്നു പോവാം. പുള്ളിയുടെ ക്യാരക്ടറിന് മുമ്പോട്ടൊന്നും പോകില്ല. പുള്ളിയെ ഫസ്റ്റ് സീൻ വരുമ്പോൾ എന്നാണോ പറയുന്നത്, അവസാന സീൻ അത് തന്നെ. അതിങ്ങനെ പക്ഷെ അത് പുള്ളി റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അതിനകത്തൊരു ഫണ്ണുണ്ട്. അതെ, ഇത് നമ്മൾ ഇങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഒരാളോട് ഒരേ സാധനം ഒരുപാട് വട്ടം ചോദിക്കുന്ന ഒരാൾ. ഓൺ പേപ്പർ ഈ പഴയ നടന്മാരുടെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ഓൺ പേപ്പർ ഈ സാധനമൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ നടന്മാരെ വെച്ച് ചെയ്യിച്ചാൽ ഇതിനെന്തോ വർക്കാവാത്ത പോലെ ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. ബട്ട് ഇത് ഇവരൊക്കെ വരുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഭയങ്കര ഹെവി ലിഫ്റ്റേഴ്സാണ്. ചെറിയ സാധനം കൊടുത്താൽ അവരെന്തെങ്കിലുമൊക്കെ അത് ചെയ്തിട്ട് പോകും. ഇപ്പോൾ സിദ്ദിഖിൻ്റെ ക്യാരക്ടറിന് ഒന്നുമില്ല അതിനകത്ത്, ഒന്നുമില്ല. ബേസിക്കലി സിദ്ദിഖിൻ്റെ ക്യാരക്ടറിന് ഒന്നുമില്ല ചെയ്യാൻ. ലാലുലക്സിൻ്റെ ക്യാരക്ടറിനും വലിയ സംഭവങ്ങളൊന്നുമില്ല. വളരെ കാഷ്വൽ ക്യാരക്ടേഴ്സാണ്. ലാലുലക്സ് ഫുൾ സ്റ്റോറിയിൽ ഒറ്റ ലൈനിൽ പറയാം. അപ്പം പക്ഷേ ഇത് ലാലുലക്സ് ആയതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ സിദ്ദിഖ് ആയതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ളതാണ്. സിനിമയിലെ മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന മാളവിക മോഹനാണ്. പുള്ളിക്കാരി ആക്ച്വലി എങ്ങനെയാണോ പടങ്ങളിൽ അഭിനയിക്കുന്നത് ഈ അഭിനയിച്ച് പോകുന്നത്, അപ്പോഴത്തേക്ക് ആ ക്യാരക്ടറും ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഇല്ലില്ല, അതും സർഫസിലെ പുള്ളിക്കാരി അതാർക്കും ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു റോള് പോലെ അല്ലേ. എനിക്ക് തോന്നുമ്പോൾ ഐശ്വര്യലക്ഷ്മി ആയിരുന്നെങ്കിലും പുള്ളിക്കാരിക്ക് പുള്ളിക്കാരത്തേക്ക് വളരെ ഡെപ്ത് ആയിട്ട് തോന്നാഞ്ഞുകൊണ്ടാണ്. പുള്ളിക്കാരി ബാക്ക് ഔട്ട് ചെയ്താണോ മാറിയതാണോ നമുക്കറിയില്ല. ബട്ട് ഈ പൃഥ്വിരാജ് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ഞങ്ങൾക്ക് പടം കാണുന്നതിന് ഇതിന്റെ കഥ അറിയായിരുന്നു എന്നാണ് പറയുന്നത്. അതെ ഞങ്ങൾക്ക് അറിയായിരുന്നു. അതെ ഞങ്ങൾക്ക് ഇതിന്റെ കഥ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു, പല സോഴ്സസിൽ നിന്ന് നമ്മൾ കഥ കേട്ടിട്ടുണ്ടായിരുന്നു. കുറെ നാൾ മുമ്പ് അല്ലേ, ഒരു 3-4 മാസം മുമ്പ്. 3-4 മാസമൊന്നുമില്ല അല്ലേ, കുറെ ആയി, 6-7 മാസമായില്ലേ. 7 നമ്മൾ ഡിസംബറിൽ എങ്ങാണ്ടാ കാണാൻ പോയതെന്ന്. ഓ, അപ്പം നമ്മള് 1 വർഷത്തിനടുത്താവും. 1 വർഷം ഇത് ഈ പടം ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അതായത് ഇവര് ആക്ച്വലി ഐശ്വര്യലക്ഷ്മിയിലേക്ക് പടത്തിലേക്ക് ഇന്നാണെന്നുള്ള ന്യൂസൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത്. അതെ, അപ്പം നമ്മൾ അന്ന് ഇതിന്റെ സ്റ്റോറി ലൈൻ കേട്ടപ്പോൾ ഇത് എങ്ങനെ വർക്കാവും എന്ന് ഡൗട്ട് തോന്നിയിരുന്നു. പക്ഷേ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി ഇവർ ഇതിന്റെ ട്രീറ്റ്മെന്റ് അതായത് ഭയങ്കര കഥ കണ്ടപ്പോഴും നമ്മളിങ്ങനെ സംസാരിച്ചത് ഇത് സത്യനന്ദിക്കാട് എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത് നമുക്കിത് അറിയില്ല. പക്ഷെ അവരിത് എങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യാൻ പോകുന്നൊരു സംശയം ഉണ്ടായിരുന്നു നമുക്ക്. സിനിമ കണ്ടപ്പോൾ നമുക്കിത് ഇത് ഭയങ്കര ഭയങ്കര സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് അത് മാത്രമല്ല അതിന്റെ റെസൊല്യൂഷൻ ഭയങ്കര രസമായിരുന്നു. എനിക്കത് വർക്കായി ആക്ച്വലി. അത് ലാലേട്ടൻ മറ്റേ പുള്ളിക്കാരത്തിന്റെ പുറകെ പോകുന്നുണ്ടെങ്കിലും അതാ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ പുള്ളി തിരിച്ചറിഞ്ഞ് നിർത്തുന്നതാണ് എനിക്ക് ഭയങ്കര വേറൊരാളെ ഒരു ഇമോഷണൽ സെറ്റ് ചെയ്യാതെ ആ സംഭവം ഇങ്ങനെ ചോദിക്കാൻ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് ചളവാ, പിന്നെ അക്ഷരം സീനാ പടം. അപ്പം ഞാനും ആലോചിച്ചു ഇത് പുള്ളിയുടെ ഈ ഇമോഷൻ പുള്ളിക്ക് അവിടെ കൺവേ ചെയ്താൽ ഇത് ഒരു പരിപ്പ് എന്താ പറയാ പരിപ്പ് നേരം നമുക്ക് കണ്ടോണ്ടിരിക്കായിരുന്നു. ആ ഒരു ഒറ്റ സീനോട് ക്ലൈമാക്സും ബോറാണ് എന്ന് പറയുന്നത്. അതെ ഞാൻ വിചാരിച്ചു പുള്ളി ആ സീനിൽ ഇവർ പറയുമോ എന്ന് ഇങ്ങനെ പേടിച്ച് കഴിയുമ്പോഴാണ് അത് പറയാതെ പുള്ളി അത് മനസ്സിലാക്കി തിരിച്ചു വരുന്നിടത്ത് ഞാൻ അത് കൊള്ളാമല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കാര്യം. നമുക്കിപ്പോൾ ഇങ്ങനെ സംഭവം ഇത്രയേ ഉള്ളൂ, ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു ലാലേട്ടൻ്റെ ക്യാരക്ടറിന്. അത് ചെയ്ത ഒരു കേണലിൻ്റെ ഹാർട്ടാണ് വെച്ച് ചെയ്യുന്നത്. കേണലിൻ്റെ മകളാണ് മാളവികയുടെ ക്യാരക്ടർ. അപ്പം മാളവികയുടെ എൻഗേജ്മെൻറ്റിന് വേണ്ടി ലാലേട്ടനെ അങ്ങോട്ട് പൂനെയിലേക്ക് കൊണ്ടുപോവാണ്. പൂനെയിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിൽ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചില്ല, സിംഗിളാണ്, 14 OT. അപ്പോൾ പുള്ളിക്ക് ഈ മാളവികയുടെ ക്യാരക്ടറിനോട് അവൾ ഇവരോട് ഇദ്ദേഹത്തോട് അടുക്കുന്ന ആ ഒരു രീതി കണ്ടിട്ട് പുള്ളിക്ക് അവളോടൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ഇമോഷൻ എന്താണെന്ന് കൃത്യമായിട്ട് പുള്ളിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ച് തോന്നുന്ന ഇമോഷൻ ഇതാണ്, ബട്ട് ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പുള്ളിക്കത് പറയാനുള്ള ഒരു ഇതോ ഒന്നുമില്ല. പുള്ളിക്ക് അറിയാം ഇത് പറഞ്ഞത് മോശമാണെന്ന് പുള്ളിയുടെ ക്യാരക്ടർ തന്നെ അറിയാവുന്ന പോലെ തന്നെ. അപ്പോൾ അത് ലൈക്ക് പുള്ളിയുടെ ആ ഇമോഷൻ പുള്ളി ആ നായികയോട് പറയുമോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ട്. അത് പറഞ്ഞാൽ ശരിക്കും ആ സീൻ നമ്മൾ അതൊരു ഭയങ്കര നമ്മളീ പറഞ്ഞ സോക്കോൾഡ് ക്രിഞ്ച് സിറ്റുവേഷനാണ് അല്ലേ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമ്മൾ പെട്ടുപോയി നമുക്ക് എന്നുള്ളൊരു ഫീൽ ആയിരിക്കും. അതിനെ ഇവർ വളരെ നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്തത് പടത്തിൻ്റെ ഒരു പുതുമയാണ്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ ആ ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് പടത്തിൽ പറയുന്നുണ്ട് ഇത് ഫിറ്റായി വർക്കായി വരാൻ സമയം എന്ന് പറയുന്ന പോലെ തന്നെ ലാലേട്ടൻ ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ മാറി ആദ്യം ഭയങ്കര ദേഷ്യക്കാരൻ അങ്ങനെയുള്ള സംഭവം ആ ക്യാരക്ടർ ഇങ്ങനെ മാറി
ഇവർ പറയുന്നല്ലോ ആ ആളുടെ എന്തൊക്കെയോ കുറച്ച് നല്ല ശീലങ്ങളോ അയാൾക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഇയാൾക്കും വരും എന്നുള്ള ഒരു ന്യൂസ് ഞങ്ങൾ കേട്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പയ്യെ ആ ക്യാരക്ടറിന്റെ കുറച്ച് സംഭവങ്ങൾ, ആ ക്യാരക്ടറിന്റെ നെഗറ്റീവ് സാധനങ്ങളും പോസിറ്റീവ് സാധനങ്ങളും ഒക്കെ പുള്ളി ഏറ്റെടുക്കുക. അത് ഈ അണ്ടർലൈനിൽ ഇത് പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് ഇതൊക്കെ കിട്ടുമ്പോൾ ഒരു രസമുണ്ട് പടത്തിൽ. നമ്മൾ ഈ സർഫസ് ലെവലിൽ കാണുന്നതിലും കുറച്ചുകൂടി രസമുള്ളൊരു എലമെന്റ് അതായിരുന്നു. ഈ ഒരാളുടെ ഹാർട്ട് വെക്കുന്ന ലാസ്റ്റ് ആ മറ്റേ ഒരു സ്പീച്ചില്ലേ, ആ സ്പീച്ച് എനിക്ക് അത്യാവശ്യം വർക്കായി. അത് പ്രത്യേകിച്ച് സിംഗ് സൗണ്ടും കൂടെ ആയപ്പം കുറച്ചുകൂടെ ആക്ടിങ് രസമാണ്. ആ സീനാണ് പൊതുവെ നമുക്ക് ഒട്ടും ഈ സ്പീച്ചുകൾ പൊതുവെ എനിക്ക് വർക്കാവാറില്ല. നമ്മളെ മറ്റേ ഇതിനു മുമ്പ് വർക്കായ ഒരു സാധനം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ സ്പീച്ച് ഉണ്ട് നമ്മുടെ കഥ പറയുമ്പോഴത്തെ അങ്ങനെ. പക്ഷേ ലാസ്റ്റ് ഈ പറയുന്ന സ്പീച്ചിനകത്ത് അവസാനിപ്പിക്കുന്ന ഒരു സ്റ്റോറി ഒരു ബീറ്റാണല്ലോ ഇങ്ങനെ സ്പീച്ചിനകത്ത് എല്ലാം അവസാനിപ്പിക്കും, ഒരു ഇമോഷണൽ സ്പീച്ച്. പക്ഷെ അത് ഇതിനകത്ത് എനിക്ക് വർക്കായതുപോലെയാണ് തോന്നിയത്. ചിലപ്പോൾ വേറെ ആരും പറഞ്ഞു കേട്ടില്ല, ചിലപ്പോൾ ആർക്കും വർക്കാക്കത്തില്ല. അല്ല, ആൾക്കാർ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഭയങ്കര ലൈറ്റായിട്ട് എല്ലാവർക്കും കാണാവുന്ന ഒരു നമുക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്തൊരു സിനിമ എന്നുള്ള കാര്യങ്ങളുണ്ട്. മറ്റേ കുറച്ചധികം യൂട്യൂബേഴ്സിനെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മറ്റേ മകളായിട്ട് വന്നത് പിന്നെ നമ്മുടെ യൂട്യൂബേഴ്സ് താഹ ഉണ്ട്. പിന്നെ നമ്മുടെ ഇവര് മറ്റേ യുറേക്ക ഇല്ലേ മറ്റേ പയ്യൻ ഞാനും വിചാരിച്ചു അവർ ഒരാളായിട്ട് ദേവരാജ്. ബട്ട് അവരൊക്കെ ഇങ്ങനെ ചുമ്മാ ക്യാമിയോസ് അല്ല, ബട്ട് അതൊരു മാർക്കറ്റിംഗ് ഡിസിഷൻ പോലെ ഫീൽ ചെയ്തു. എന്നാലും അത്യാവശ്യം അവരുണ്ടായിരുന്നു. പുതിയ ആൾക്കാരെ പിടിക്കട്ടെ എല്ലാവരെ, പുതിയ ആൾക്കാരെ നമുക്ക് സിനിമയിൽ അതിപ്പോൾ കണ്ടിന്യൂസ്ലി കുറച്ചധികം സിനിമകളിൽ ആ ഒരു ട്രെൻഡ് ഉണ്ട്. മാത്രമല്ല അവരുമായിട്ടുള്ള സീനുകളും കുറച്ച് രസം ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റേ ഇവള് വരുമ്പോഴത്തേക്കും ഇത് ഗംഭീരമാക്കി നമുക്ക് ഷൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചേച്ചിയും വേണം കൈയ്യെടുത്ത് തോളത്ത് വെച്ചെന്നൊക്കെ പറയുന്നത്. ആ സാധനം ഫസ്റ്റ് ഹാഫിലാണ് കുറച്ചധികം ചിരിക്കാനുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് പിന്നെയും പൂനെയിലേക്ക് ചെന്ന് കഴിയുമ്പോൾ കുറച്ചധികം ക്യാരക്ടേഴ്സിനെയും സീനുകളും അങ്ങോട്ട് അത്ര രസകരമായില്ല. അവിടെ ഉള്ള ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മാളവികയും സംഗീതയുടെ ക്യാരക്ടർ എനിക്ക് രസമുള്ളൊരു ക്യാരക്ടറായിരുന്നു. കാരണം അത് നമ്മൾ കണ്ട് ശീലിച്ച ക്യാരക്ടറല്ല, പക്ഷേ രസമുള്ളൊരു സംഭവമായിരുന്നു. ഇന്റർവെൽ ആ പോയിന്റ് നല്ല രസമായിരുന്നു. അതായത് അമ്മയ്ക്കും മകൾക്കും അതായത് തോന്നും അതെ, നമുക്ക് അമ്മയ്ക്കും ഇദ്ദേഹത്തോട് ഇഷ്ടമാണെന്ന് തോന്നും, ഇയാൾക്ക് മകളോട് ഇഷ്ടം എന്ന് പറയുന്ന ആ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയിലേക്ക് പോകുമോ എന്നുള്ള ലൈനിലാണ് ഇതിന് ഇന്റർവെൽ പഞ്ച് തമാശ. അതായത് നമുക്കത് ഫണ്ടാണ്, തമാശയായിട്ട് എടുക്കാൻ പറ്റുന്ന ഈ പടം ലൈറ്റ് ആയതുകൊണ്ട് ഒരു ഇച്ചിരി ഡ്രാമ കയറിയിരുന്നെങ്കിൽ ക്യാരക്ടർ തന്നെ വേഴ്സ്റ്റ് ക്യാരക്ടർ അല്ലേ, അത് ഭയങ്കര രസം. അത് കാരണം ഇതൊരു ഭയങ്കര ബാലൻസ് ചെയ്യേണ്ട സാധനമാണ്. ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ക്രിഞ്ചാണ്ട് ഐറ്റത്തിന് ഇവർ നല്ല രീതിയിൽ ബാലൻസ് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഫണ്ണായിട്ടെങ്കിൽ അവിടെയാണ് പുള്ളിയുടെ എക്സ്പീരിയൻസ് നമുക്ക്. അല്ലെങ്കിൽ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യടാ എന്നുള്ള ഈ കഥയെ വേണ്ടെന്ന് വെക്കും. ഈ കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പ്രശ്നമാണ്, വേണ്ട ഇത് സെറ്റ് ആകത്തില്ല, അത് വർക്കാമേലെ പാടാണെന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു സാധനമാണ്. പക്ഷെ അത് പിന്നെ ഇവരെ ഹാൻഡിൽ ചെയ്തിരിക്കുന്ന നല്ല. മാളവിയൊക്കെ സൈഡ് സപ്ലോട്ട് കൊടുത്തതെന്ന് അത്ര വർക്കായിട്ടില്ല. നമ്മുടെ മറ്റേ അതിന് പ്രശ്നം വെച്ചാൽ പുള്ളിക്കാരുടെ ആക്ടിങ് ഭയങ്കര ഒരു ആക്ടിങ് അല്ല. പുള്ളിക്കാർ വന്ന് നിൽക്കുമ്പോഴേ പുള്ളിക്കാരുടെ മലയാളം ഇപ്പൊ അവരെ പറഞ്ഞു പൂനെ ജനിച്ചു വന്നതുകൊണ്ട് മലയാളം കണ്ടീഷനിങ് കൊടുത്തിട്ടുണ്ട്. അതന്നെ, അത് പുള്ളിക്കാരി എങ്ങനെയാണോ മലയാളം സംസാരിക്കുന്നത് ആ ലൈനിൽ സംസാരിച്ചോട്ടെ എന്നുള്ള ലൈനായതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അതൊക്കെ നമുക്കിങ്ങനെ ഒരാളെ ഇങ്ങനെ അയാളെ തടുക്കുന്ന പോലെ, അതായത് എന്താ പറയാ, ഇനി ഇതിനപ്പുറത്തേക്ക് പുള്ളി അഭിനയിക്കാൻ രീതിയിൽ പുള്ളി എങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ നിന്നാൽ മതി, നിങ്ങൾ അവിടെ നിന്നോ സൈഡിൽ എന്ന് പറയുന്ന ഒരു ലൈനിൽ. കാരണം ഇപ്പുറത്ത് നിൽക്കുന്നത് ലാലേട്ടനൊക്കെയാണ് ഭയങ്കര ഈസി ആയിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളുടെ കൂടെ നമ്മളിങ്ങനെ ഒരു റിജിഡ് ആക്ടിങ് വരുമ്പോഴത്തേക്കും കുറച്ചധികം ശ്രദ്ധിക്കപ്പെടും. അങ്ങനെ കണ്ടോണ്ടിരിക്കാൻ പാടെന്നുള്ള ലൈനില്ല. ബട്ട് അത് ആ ക്യാരക്ടർ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നെങ്കിൽ പടം കുറെ കൂടെ അവരുടെ കെമിസ്ട്രി കൂടെ. എനിക്ക് തോന്നുന്നു ഐഷു ഒക്കെ ആ ക്യാരക്ടർ കുറച്ചുകൂടെ ഭയങ്കര ഈസി ആയിട്ട് പുള്ളിക്കാരിക്ക് ആ ക്യാരക്ടർ ഭയങ്കര കേക്ക് ഓഫ് സാധനമായിരുന്നു. പക്ഷെ ഇത് അപ്പം മാളയിൽ ഒരു മോശമെന്നല്ല, പക്ഷെ നമുക്കത് അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് എടുത്ത് പറയാൻ പൂനെക്കാരി ലുക്ക് ഉണ്ട്. ലൈക്ക് പുള്ളിക്കാരി ഫ്രെയിമിൽ വന്ന് നിന്ന് ഫ്രെയിം ബാലൻസ്ഡ് ആയി പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ ഒരു ആക്ടിങ് വൈസും ആ ഒരു ഡയലോഗ് ഡെലിവറിയുടെ ഒരു സ്മൂത്ത്നെസ്സും, കാരണം പുള്ളിക്കാരത്തേക്ക് ഒരു ഇമോഷണൽ ഡെപ്ത് ഉള്ള ക്യാരക്ടറാണ്, കുറച്ചധികം ഈസിലി സെന്റിമെന്റൽ ആവുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ നമുക്ക് ലാലേട്ടൻ ചോദിക്കുന്ന പോലെ ഇവക്ക് വട്ടാണോടെ എന്ന് ചോദിക്കുന്ന അതേ ലൈനില്ല, നമുക്കത് കൺവിൻസിങ് ആവത്തില്ല പുള്ളിക്കാരത്തിന്റെ ആക്ടിങ്. കാരണം ബിക്കോസ് ആ ക്യാരക്ടർ മാത്രമേ, അല്ലെങ്കിൽ പൂനെന്ന് എൻ്റെ അച്ഛൻ്റെ ഹാർട്ടിൽ ഞാൻ പറഞ്ഞത് ശരിക്കും ഇമോഷണൽ ഡെപ്തിലാണ് പുള്ളിക്കാരി ചെയ്യുന്നത്. അപ്പോൾ ഈ ലാലേട്ടൻ്റെ ക്യാരക്ടർ വന്നിട്ട് ഇവർക്ക് ശരിക്കും വട്ടാണോടാ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് കാണുമ്പോൾ ഇത് വട്ടല്ലടാ എന്ന് തോന്നുന്ന പോലെ. പക്ഷെ ഇവർക്ക് ആക്ച്വലി അച്ഛനുള്ളൊരു ഭയങ്കര അല്ല, വേറെ ക്യാരക്ടേഴ്സിനൊന്നും അതില്ല. ഇല്ല ഒരു ക്യാരക്ടറിനും ഒരു ക്യാരക്ടർ ഇപ്പൊ ലാലേട്ടൻ പോലും എനിക്കിത് ഒരു വേറൊരാളുടെ ഹൃദയമല്ല, ഒരു അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് നമ്മുടെ നായകൻ തന്നെ. അപ്പം ആർക്കും അങ്ങനെ ഇമോഷണൽ കണക്ഷനോ
ഭയങ്കര സംഭവമൊന്നുമില്ല ആർക്കും. ഇപ്പോൾ ഈ സിദ്ദിഖിൻ്റെ ക്യാരക്ടറിന് പോലും മോഹൻലാലിനോട് പ്രത്യേകിച്ച് ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. മോഹൻലാലിന് എന്നിട്ടും നമുക്ക് ഈ സിനിമ ആസ്വദിക്കേണ്ടത് എങ്ങനെയാണത് വർക്കാവുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് ആക്ച്വലി അതുപോലെ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ അവസാനത്തോടെ അടുക്കുമ്പോഴത്തേക്കും ഈ സംഗീത് പ്രതിയുടെ ക്യാരക്ടർ നമുക്കറിയാലോ, ഇവനൊരു ഹോം നേഴ്സാണ്. അപ്പോൾ ഇവൻ്റെ ഇത്ര നാൾ കഴിയുമ്പോഴത്തേക്കും പോകണമല്ലോ ലാലേട്ടൻ്റെ ക്യാരക്ടർ വെച്ച്. അപ്പോൾ ഞാൻ ആലോചിച്ചാൽ ഞാനങ്ങനെ ചിന്തിക്കുക, ആ യൂണിവേഴ്സിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ നല്ല രസമല്ലേ, ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയി പോകുമ്പോഴത്തേക്കും അത് ഇനി ഇയാളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഒരു സീൻ വന്നത് അത് നല്ല സീനായിരുന്നു. പുള്ളി ചോദിക്കുന്നുണ്ടാ നിനക്ക് എൻ്റെ നിനക്ക് സാലറി ഒക്കെ തരണം, എൻ്റെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതോടെ എന്ന് ചോദിക്കുന്ന സീൻ കാണാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ആഗ്രഹിക്കില്ല ആ യൂണിവേഴ്സിൽ, ആ സിനിമ നടക്കുന്ന യൂണിവേഴ്സിൽ ഇവർ രണ്ട് സെപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഇയാളും ഒറ്റയ്ക്ക് അവൻ്റെ വഴി നോക്കി പോകുന്നുള്ള ആ ഒരു ലൈനിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പോൾ രസമുണ്ട്. അപ്പോൾ ആ രസം അത് റൈറ്റിംഗ് വർക്കാവുന്നത് മോഹൻലാൽ ഒറ്റയ്ക്കാണ്. പക്ഷേ ഞാൻ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ബട്ട് ആ സീനിൽ മോഹൻലാൽ അത് പ്രസന്റ് ചെയ്തൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നി. അത് അഭിനയിച്ച് മലമറിക്കേണ്ട സീനൊന്നും അല്ലെങ്കിലും ഇങ്ങനെയുള്ള സീനുകളാണ് എനിക്ക് കാണാൻ ഇഷ്ടം. ഭയങ്കര സിംപ്ലിസ്റ്റിക് സീനുകൾ. പക്ഷേ എനിക്ക് ഈ പടത്തിൽ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാധനമുണ്ട്. അതായത് ഈ പടത്തിൻ്റെ അവസാനം ഒരു ഫൈറ്റ് വരും. അതാ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നതാണ്. അതായത് ഒരു സൈഡ് സപ്ലോട്ട് ഉണ്ട്, മാളവിക മോഹൻ്റെ ഫിയാൻസെ എന്ന് പറഞ്ഞ സപ്ലോട്ട്. അയാളെ ഒരു മൈനർ വില്ലനാക്കുന്നു. കാരണം എനിക്ക് അതിന് മുമ്പ് മറ്റേ റിസപ്ഷൻ സീൻ്റെ അകത്ത് ഒറ്റച്ചവിട്ടിന് മോഹൻലാൽ വീണ് ബോധം കെടുന്നു. മോഹൻലാൽ എന്ന ആക്ടർ മോഹൻലാൽ ആയ പിന്നെ എനിക്ക് തോന്നുന്നില്ല ഒറ്റച്ചവിട്ടിന് പുള്ളിക്ക് ബോധം പോയിട്ടുണ്ട്. ഇത് ഇന്ന് ഇന്ത്യയിൽ വേറൊരു സൂപ്പർ സ്റ്റാർ ചെയ്യും. അതെ, അത് കണ്ടപ്പം ഇവരിത് ചെയ്തോ എന്നിങ്ങനെയാ വിചാരിച്ചത്, കൊള്ളാലോ എന്ന് വിചാരിച്ചു. പക്ഷേ ലാലേട്ടൻ ഫാൻസിനെ തൃപ്തിപ്പെടുത്താനാണെന്ന് തോന്നുന്നു. അതിനൊരു തിരിച്ചടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അണ്ടർ കുക്ക്ഡ് സപ്ലോട്ട് ഉണ്ട്. ഇയാൾ വില്ലനായിട്ട് ഇവന്റെ കമ്പനിയും പരിപാടികളും അതിന്റെ വരുമ്പോഴത്തേക്ക് അത് ശരിക്കും എനിക്ക് ബേസിക്കലി അവിടെ എന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സീനെ ഇവർ ഒരു നല്ല രീതിയിൽ അടിപൊട്ടുന്ന പോലെ അല്ല ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ലാലേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ഹൃദയത്തിനെ തൊട്ടിട്ട് അപ്പോൾ തുടങ്ങാല്ലേ എന്ന് പറയുന്ന ഒരു ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ലൈൻ. അതായത് ഓഡിയൻസിനോട് പറയാണ് മക്കളെ കൈയടിക്കാൻ റെഡി ആയിക്കോ, ഞാൻ വേണ്ടായിരുന്നു ഒട്ടും ചെയ്യാത്ത സാധനം. അപ്പം അടി ഇല്ലാതെ തന്നെ ആ സീൻ നിർത്താമല്ലോ. എനിക്കൊന്നും ആ ക്യാരക്ടറിനെ എവിടുന്നോ കട്ട് ചെയ്ത് വിട്ടാലും വലിയ പ്രശ്നമില്ല, നമുക്ക് ആർക്കും ഒരു നഷ്ടമില്ല. നമ്മൾ ചോദിക്കത്തില്ല അവനെന്താ അവരുടെ കഥ എന്താണെന്ന് ചോദിക്കത്തില്ലായിരുന്നു. ഇൻഫാക്ട് എനിക്ക് പേഴ്സണലി അത് വർക്കായില്ല. എനിക്ക് പേടിപ്പിച്ച് വിട്ടാലും ആ സീൻ പെട്ടെന്ന് ഓവറായി പോകും. എനിക്കത് ഭയങ്കര പടത്തിനൊട്ടും ചേരാത്തൊരു അതിനകത്ത് ഒരു ക്യാരക്ടേഴ്സ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് അല്ല. അതുകൊണ്ട് ആ സീനിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ഹിന്ദിക്കാരൊക്കെ ഇരുന്ന് എന്തൊക്കെയല്ല ഹിന്ദിക്കാരനാണ് നമ്മൾ ചവിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അവന് തിരിച്ച് ചവിട്ട് കൊടുക്കണം എന്നുള്ള സംഭവം അതാ പറഞ്ഞത്. അതാണ് ഇവരുടെ വലിയ ബാഗേജ് തോന്നുന്നില്ല. സ്റ്റാറിനെ ഒരു അടിച്ചു ഒരു ചവിട്ടിലേക്ക് വീണു, തിരിച്ചൊരടി കൊടുത്തില്ലെങ്കിൽ ഓഡിയൻസിന്റെ കൊടുത്തില്ലെങ്കിൽ അത് വർക്കാവുന്ന ഒരു ടെസ്റ്റ് എങ്കിലും. അതെ, അതിനെന്താ സംഭവിക്കുക ഒന്നുമില്ല. ഈ പടത്തിന് മുന്നത് ഒട്ടും ചേരാത്തൊരു സാധനം. അതെ, ആ ഒരു സംഭവം അത്ര വർക്കായില്ല. പിന്നെ ഈ സെക്കൻഡ് ഹാഫ് കുറച്ചധികം നേരം പോകുന്നതും അത്ര കണ്ടോണ്ടിരിക്കാൻ എനിക്കത് വലിയ പ്രശ്നം തോന്നില്ല. കാര്യം ഞാൻ കണ്ടോണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇത് നിർത്തിയിട്ട് പോകാം, വലിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ഫീലൊന്നും തോന്നിയില്ല. പൊക്കോട്ടെ, ഞാൻ ഇരുന്ന് കണ്ടോളാം എന്നുള്ള മൈൻഡ് സെറ്റാണ്. കാരണം എന്നെ മടുപ്പിക്കുന്നില്ല. എനിക്ക് ചില രസങ്ങളുള്ളതുകൊണ്ട് നമ്മളിതിങ്ങനെ കണ്ടിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ എനിക്ക് മടുത്തു എന്ന് പറഞ്ഞില്ല. ബട്ട് എനിക്കൊന്ന് കുറച്ചുകൂടെ ടൈറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം കിട്ടിയ റിവ്യൂവിന് കുറച്ചുകൂടെ മേലെ പോയാലും തോന്നി. ഒരു ഇച്ചിരി ടൈറ്റ്ലി പാക്ഡ് സിമ്പിൾ പടമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വലിവ് എന്നൊരു നെഗറ്റീവ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇങ്ങനത്തെ കഥ എഴുതാൻ പറ്റത്തില്ലെന്ന്. എനിക്ക് ഈ ടൈപ്പ് ഓഫ് പരിപാടി എഴുതാൻ എനിക്ക് പറ്റത്തില്ല. കാര്യം എനിക്ക് കോൺഫ്ലിക്റ്റ് വേണം. ആ കോൺഫ്ലിക്റ്റുകളുടെ മുമ്പോട്ട് പോകുന്ന ഒരു കഥ, ആ പ്ലോട്ട് ഡ്രിവൺ സ്റ്റോറി, അത് പോയി അവസാനം ഒരു പരിപാടി നിർത്തണം, റെസൊല്യൂഷൻ ഉണ്ടാക്കണം. ഇതല്ലാതെ ഇതേപോലെ ഒരു പരിപാടി പറ്റത്തില്ല. ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടത് മൊത്തം ചിന്തിച്ചത്, അതായത് നമുക്ക് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് ആലോചിക്കാനോ ഇത് എഴുതാനോ എനിക്ക് പറ്റത്തില്ല. കാര്യം ഇത് എനിക്ക് വർക്കാവാത്തൊരു സാധനം. അതായത് ഞാൻ ഉണ്ടാക്കുന്ന സാധനം വർക്കാവത്തില്ല. ഇപ്പം ഇങ്ങനെ നല്ലൊരാളെ എടുത്തു വെക്കുമ്പോൾ നമുക്ക് കണ്ട് ആസ്വദിക്കാനല്ല. ഇത് എന്നെക്കൊണ്ട് പറ്റത്തില്ല ഈ പരിപാടി. എനിക്ക് നല്ല കഥ വേണം. ഏത് ഒരു ചെറിയ കഥയെങ്കിൽ ചെറിയ കഥ, പക്ഷേ അതിനൊരു ഒരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നം, ഒരു എന്തോ ഒരു രസം വേണം. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിലും ഈ സിനിമ ഞാൻ ആസ്വദിക്കുന്നു. അതാണ് അത് സത്യനന്ദിക്കാട് എന്ന ഡയറക്ടർ ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലാണ്. എനിക്കൊന്ന് ഈ ആക്ഷനും ഈ പുതിയ പരിപാടിയൊക്കെ എനിക്കൊന്ന് മക്കളുടെ കോൺട്രിബ്യൂഷൻ ആവുന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ആവാതെ, കാരണം ഇനി ഈ മക്കളുടെ കോൺട്രിബ്യൂഷനെ തോന്നിയത് ഈ ലൈറ്റ് ഹാർട്ടഡ്നെസ്സും പിന്നെ ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മോഹൻലാലിൻ്റെ ക്യാരക്ടർ ആയാലും പറയുന്നുണ്ട്. അതൊക്കെ വളരെ കാഷ്വലി പറഞ്ഞു പോവാണ്. അതൊക്കെ പറയണമെങ്കിൽ ഈ ലാസ്റ്റ് ഈ സ്വയം തിരിച്ചറിവ് ഉണ്ടാവുന്ന ആളായിട്ട് മാറണം. എൻ്റെ മോഹൻലാലിൻ്റെ ലാസ്റ്റ് ഇവരുടെ പ്രശ്നത്തിൽ കയറി ഇടപെടുക, അങ്ങനത്തെ സീനുകളൊക്കെ അല്ലേ. കുറച്ചധികം സംഭവങ്ങൾ, അതായത് മോഡേൺ സിനിമയിൽ വേണ്ട പ്രോഗ്രസീവ് ടോക്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അത് വളരെ ലാലേട്ടൻ പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ടായിരുന്നു വളരെ കാഷ്വലാണ്. ഇങ്ങനെ കുത്തിക്കയറ്റിയ ഒരു ഫീൽ ഇല്ലായിരുന്നു. സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഇപ്പം സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അത് രസമല്ലേ, അല്ല അങ്ങനെ പോകുന്നത് നിങ്ങളുടെ തീരുമാനം നിങ്ങൾ എടുക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഉപദേശമാണ് ബേസിക്കലി. ഓൺ പേപ്പർ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉപദേശ ഡയലോഗിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നും.
ബട്ട് അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതും കൂടെ ഉണ്ടല്ലോ. ഞാൻ പണ്ട് അത് വളരെ തഴവൂത്തോടെ മോനെ ഞാൻ നോക്കിയാൽ പോരെ പിന്നെ ഞാനത് പറയണമല്ലോ, ഞാൻ നോക്കിയാൽ പോരെ അല്ല, എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഡയലോഗുകൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഓൺ പേപ്പർ ക്രിഞ്ചായി തോന്നുന്ന ഡയലോഗുകൾ പവർഫുൾ അല്ല. മറ്റേ ഇങ്ങനെ കട്ടി ഡയലോഗൊക്കെ ആണെങ്കിൽ നമുക്കും പറയാൻ പറ്റും. പക്ഷേ ഈ ചില ഡയലോഗുകൾ നമ്മൾ എഴുത്തിൽ കാണുമ്പോൾ ഭയങ്കര ക്രിഞ്ചല്ലേ എന്ന് തോന്നുന്ന സാധനങ്ങൾ ഓൺ സ്ക്രീൻ പ്രസൻറ്റ് ചെയ്യാൻ ഏറ്റവും രസകരമായ ആൾ ലാലേട്ടനാണ് തോന്നിയിട്ടുണ്ട്. മറ്റേ ഈ പിന്നെ തിലകൻ മറ്റേ ഞാൻ ഇപ്പോഴും കാണുമ്പം ഇങ്ങനെ ചിന്തിക്കുന്ന സാധനം മറ്റേ നരസിംഹത്തിൽ ഒരു സീനുണ്ട്. ലാസ്റ്റ് മറ്റേ തിലകൻ സാറ് മറ്റേ തിരിച്ചറിവ് കഴിഞ്ഞിട്ട് ഇവർ രണ്ടും കൂടെ കാണുന്ന സീനുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീനാണ്. അതിൻ്റെ റൈറ്റിങ്ങിൻ്റെ ഡയലോഗ് എന്ന് പറഞ്ഞാൽ എന്തോ തലയിൽ ഏറ്റുവാങ്ങിയ മകന്റെ അല്ല, ആ ഡയലോഗ് ഒരു അച്ഛനും മോനും തമ്മിൽ സംസാരിക്കുകയാണ്. മോനെ സോറി അതങ്ങനല്ല പറയുന്നത്. മഹേഷ ശിവനെ എന്നൊക്കെ പറഞ്ഞ ഉള്ള സംഭവം. അപ്പൊ അത് വർക്കാവണമെങ്കിൽ അത് അങ്ങനെ ഡെലിവറി ചെയ്യണം. അപ്പൊ അത് തിരിച്ചും ആ പുള്ളി ലാലേട്ടൻ ഇങ്ങോട്ടും പറയുന്നുണ്ട്, മറ്റേ തിലകൻ അങ്ങോട്ടും പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള സിനിമകൾ കാണും. മറ്റേ അതുപോലെ തന്നെ മറ്റേ ചന്ദ്രോത്സവത്തില് ഒരു 10 ഡയലോഗെങ്കിലും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ പ്രത്യേകത രണ്ടും എഴുതിയ രഞ്ജിത്ത അല്ല ഇതിന്റെ എഴുത്ത് എന്തോ ആയിക്കോട്ടെ, ബട്ട് ആ എഴുത്തില് ഡിസൈഡ് ചെയ്യണം ഇത് ഇങ്ങനെ പറഞ്ഞാൽ വർക്കാവും എന്ന് പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ബട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഡയലോഗ് എഴുതി പേപ്പറിലാണ് ഞാൻ കാണുന്നതെങ്കിൽ വേണ്ടത് അത് മാറ്റിയേക്കാൻ തോന്നും. പക്ഷെ അത് ഒരു ഡയറക്ടറുടെയോ റൈറ്ററുടെയോ ഒക്കെ ഉള്ള ഒരു കഴിവായിരിക്കും. ഇത് ലാലേട്ടൻ പറഞ്ഞു കേൾക്കും എന്ന് പറയും. പക്ഷെ അത് പല ഡയലോഗ് ഞാൻ കേട്ട് കഴിയുമ്പം കേൾക്കാൻ രസമുണ്ട്. പക്ഷെ ഇത് എൻ്റെ കയ്യിൽ കൊണ്ട് നമ്മളത് വായിച്ചു കഴിഞ്ഞാൽ എന്ന് തോന്നും. ബട്ട് അത് സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു ഫേവറേറ്റ് ഡയലോഗ് തന്നെ ആയി മാറും. പിന്നെ മറ്റേ ഈ ഓണത്തിന് ഇറങ്ങിയ എല്ലാ സിനിമകളിലെയും മ്യൂസിക് നല്ലതാണെന്ന് പറയുന്ന പോലെ തന്നെ ഈ സിനിമയുടെയും ജസ്റ്റിൻ പ്രഭാകരന്റെ മ്യൂസിക് ബിജിഎം ആയാലും ഭയങ്കര പടത്തിനെ ലിഫ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ബിജിഎം. പിന്നെ വെൺമതി എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിക്ചറൈസേഷൻ ആവറേജ് ആയി തോന്നി. ബട്ട് പാട്ട് എനിക്ക് ഇതിനു മുമ്പ് ഞാൻ 1-2 തവണ കേട്ടിട്ടുള്ളൂ. ബട്ട് സിനിമയിൽ കാണാൻ ഭയങ്കര രസമുള്ളൊരു പാട്ടായിരുന്നു. ബട്ട് ആ സിറ്റുവേഷനും അത്ര ഓക്കെ അല്ലായിരുന്നു. മറ്റേ പാട്ടും അത്യാവശ്യം രസമുണ്ടായിരുന്നു നമ്മുടെ റിസപ്ഷൻ്റെ. പിന്നെ ലാസ്റ്റ് ക്യാമിയോ വരും. അതൊരു ഭയങ്കര റാൻഡാണ്. അതിന്റെ എഡിറ്റ് ആണോ എന്താണോ അത് അല്ലെ, അത് എന്താന്ന് നമുക്ക് മനസ്സിലായില്ല. അത് പെട്ടെന്ന് ചുമ്മാ ഒരു രസമായി. കാരണം ആ കോമ്പിനേഷൻ അത്ര ഫേമസ് കോമ്പിനേഷനും അല്ല. പുള്ളിക്കാരി വന്നോട്ടെ, നമുക്ക് അത് പ്രശ്നമല്ല. നമുക്ക് ആ സീൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഭയങ്കര ക്വിക്കാണ്. ഒരു ഇച്ചിരി റഷ്ഡ് ആയിട്ടാണ് അത് നമുക്ക് അതുവരെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ പുറത്തിറങ്ങിയില്ല ഇതിലേക്ക് കയറാൻ വേണ്ടി. എല്ലാ പ്രതീക്ഷയിലും നഷ്ടപ്പെടുമ്പോൾ അങ്ങനെയൊക്കെ സന്ദീപിനോട് എന്തെങ്കിലും സംഗീതനോട് എന്തെങ്കിലും ഒരു സാധനം പറയുമോ അങ്ങനെയൊക്കെ ഇല്ലേ, നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമല്ലോ. എല്ലാം നഷ്ടപ്പെടുമ്പോൾ വേറൊരു സംഭവം വരും. അങ്ങനെയാണല്ലേ സംഗീതം എന്ന് പറയുന്നത്. ഒരു പാഴ്സൽ വന്ന് പറഞ്ഞ് പുള്ളി പോയി നോക്കുമ്പോൾ അതിനകത്തൊരു കേക്ക് എടുത്ത് മുറിക്കുന്നു. അടുത്ത കട്ടെന്ന് പറയുന്നത് മഴ പെയ്യുന്നു. ഇവിടെ സ്റ്റേജിങ്ങിന്റെ എന്തോ ഒരു അതെനിക്ക് മനസ്സിലായില്ല എന്താണ് അത്. അത് ചിലപ്പോൾ മക്കളുടെ ഞാൻ വേറെ സാധനം ഷൂട്ട് ചെയ്ത് വെക്കുന്ന വെച്ചാന്ന് പറഞ്ഞിട്ട് അല്ല ഐഡിയ ഓക്കെ. അത് പുള്ളി ആദ്യം ജനാർദ്ദനൻ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ആ ഡയലോഗ് കൂടെ പ്ലേസ് ചെയ്യുക. അതിന്റെ ഒരു എൻഡിങ് പോലെ അത് കൊള്ളായിരുന്നു. ജനാർദ്ദനൻ യൂസ് ചെയ്ത് കൊള്ളായിരുന്നു. വയ്യാത്ത ഒരാളെ എങ്ങനെ. പക്ഷെ ആ സാധനം അത് എൻഡിൽ വന്നപ്പം ഉദ്ദേശം നല്ലതായിരുന്നെങ്കിൽ അത് പ്രസന്റ് ചെയ്ത രീതി അത്ര ഭയങ്കര ക്വിക്കായിട്ട് പോയതാണ് തോന്നി. അതുകൊണ്ടാണ് പലർക്കും ഈ പറയുന്ന സെക്കൻഡ് ഹാഫും ക്ലൈമാക്സും അത്ര കുറച്ചധികം എലമെന്റ്സ് ഇങ്ങനെ ചാടിച്ചാടിയുള്ള കുറച്ച് പരിപാടികളുണ്ട്. ബട്ട് പടം കണ്ടിരിക്കാൻ രസമുള്ള പരിപാടിയാണ്. സോ നമ്മുടെ അടുത്ത പടം എന്ന് പറയുമ്പോൾ ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. ഓടും കുതിര ചാടും കുതിരയെ പറ്റി ആ സിനിമ ഞാൻ അത് ഇറങ്ങിയ അന്ന് 29-ാം തീയതിയാണ് അത് റിലീസാവുന്നത്. അപ്പം ഞാൻ അന്ന് മേനെ പ്യാരക്കിയും ഓടും കുതിര ചാടും കുതിരയാണ് രണ്ടും കാണാമെന്ന് വെച്ചിരുന്നത്. പക്ഷേ രാവിലെ എനിക്ക് കാണാൻ പറ്റാതെ ഞാൻ പടം കാണുന്നത് ഈവനിങ് ഷോയ്ക്കാണ്. അപ്പോൾ രാവിലെ മുതൽ ഈ പടത്തിന് വളരെ മോശം റിവ്യൂ ആണ്. ഏതാ ഓടും കുതിര ചാടും കുതിരയ്ക്ക് വേഴ്സ്റ്റ് പടം എൻ്റെ അൽത്താ സലീമിനെ തെറി പറയുന്ന പോലെ ഭയങ്കര വേണം. പക്ഷേ എനിക്ക് ഈ പടത്തിൻ്റെ ട്രെയിലർ കണ്ടാകും പോലെ എൻ്റെ മനസ്സിൽ ഒരു പടമാണ് ഏതെന്നറിയോ, പൈങ്കിളി എന്ന് പറഞ്ഞ സിനിമ. പക്ഷേ പൈങ്കിളി എനിക്ക് തിയേറ്ററിൽ വർക്കായില്ല. എനിക്ക് മനസ്സിലായി പൈങ്കിളിയുടെ ഉദ്ദേശം എന്താണെന്ന്. ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കുറേ ചിരിച്ചെങ്കിൽ എനിക്ക് സിനിമ വർക്കായില്ല പൈങ്കിളി. പക്ഷേ പൈങ്കിളി പിന്നീട് ഞാൻ ടി വിയിൽ കണ്ടിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അത് മഴവില്ലാതെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടെലികാസ്റ്റ് ഉണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ സമയത്ത് പൈങ്കിളി വരും. അപ്പോൾ 4 സീൻ വെച്ചുകൊണ്ടിരിക്കും. എനിക്ക് രസമാണ്. ഇപ്പം കണ്ടുകൊണ്ടിരിക്കാൻ പടം ഭയങ്കര ഫണ്ണാണ്. നമുക്ക് ചുമ്മാ ഇരുന്ന് കാണാവുന്ന ഒരു പടമാണ്. എനിക്കിത് കോടുകുതിരയുടെ ട്രെയിലർ കണ്ടാകുമ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഓവറാണ്, നല്ല ഓവർ മീറ്ററാണ്. അപ്പോൾ എനിക്ക് ആ പൈങ്കിളി പോലാണോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പം പൈങ്കിളി പോലാണെങ്കിൽ വർക്കാൻ പാടാണെന്നുള്ള എന്താണ് നിന്നത്. ഇതെനിക്ക് പൈങ്കിളിക്ക് മേളിലാണ്. പക്ഷേ എനിക്ക് തുടക്കത്തിലെ സീൻ മുതലേ എനിക്കിതിലെന്തോ രസം തോന്നി.
അതായത് അതിനൊരു വലിയ കാരണം അത് നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു അബ്സേർഡിസം ഉണ്ട് അല്ലേ, ഒരു അബ്സേർഡ് കോമഡി ലൈനാണ് ഈ പടം. അതായത് നമുക്കിത് കുറച്ച് വട്ടന്മാർ, അതായത് എല്ലാ വട്ടന്മാർ എന്നുള്ള ഒരു ലൈനിലാണ് അതിനെ ഇവരെല്ലാം നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന ഇവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണിക്കും. അപ്പോൾ എല്ലാവരും കുറച്ച് ഓവറാണ്, കുറച്ചധികം ഓവറാണ്. പിന്നെ ഈ ഫഹദ് ഓവറായിട്ട് അഭിനയിക്കുന്ന പല പടങ്ങളും ഇതിനു മുമ്പ് അങ്ങനെ ഓവറായിട്ട് അഭിനയിച്ച പടങ്ങളൊന്നും തന്നെ വർക്കായിട്ടില്ല. വേറെ ഏതായിരുന്നു? മറ്റേ റോൾ മോഡൽ പോലത്തെ ഒരു പടമൊക്കെ ഉണ്ട്. അങ്ങനെ ഇതിനു മുമ്പ് കുറേ പടങ്ങളുണ്ട് കേട്ടോ. അതിൽ പുള്ളിയുടെ ആ ഒരു നോർമൽ മീറ്ററിൽ നിന്ന് പുള്ളി കുറച്ച് മുകളിൽ അഭിനയിക്കുമ്പം തീരെ വർക്കാണ്. അപ്പോൾ എനിക്കും പേഴ്സണലി അത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഈ പടത്തിൽ എനിക്ക് എന്തോ ഇത് കുഴപ്പം, ഇതിവർ പറഞ്ഞ പോലെ അത്ര പ്രശ്നമല്ലല്ലോ. ഇത് എനിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഞാനത് ആസ്വദിച്ചു. ഞാൻ കുറേ തിയേറ്ററിൽ ഞാനും അജിത്തും മാത്രം ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പം ഇൻ്റർവെല്ലൊക്കെ ആയപ്പോൾ ആൾക്കാരൊക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, എടീ ഇവന്മാർ മാത്രം ചിരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ബാക്കിയുള്ളവർ ചിരിച്ചത് ലാലിൻ്റെ കുറച്ച് പോർഷനില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലാലിൻ്റെ കുറച്ച് തമാശ ചിരിക്കുന്നുണ്ട്. ബാക്കി പടത്തിൽ വർക്കായ കോമഡി ലൈനിൽ ഞാൻ ഉണ്ടായിരുന്ന തിയേറ്ററിലും വർക്കായത് ലാലും സുരേഷ് കൃഷ്ണ സീനുകളിലാണ്. അപ്പോൾ ഞാൻ അത് കോമൺ ആയിട്ട് എല്ലാവരും ചിരിക്കുന്നുണ്ട് അവിടെയൊക്കെ. പക്ഷെ ഞങ്ങളതല്ലാതെ കുറേ എനിക്ക് കുറേ സ്ഥലത്ത് ഇങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതിനകത്തൊരു ഫണ്ണുണ്ടല്ലോ, ഇത് പുള്ളി ഭയങ്കര രസമായിട്ട് ആടിയ സാധനം, പക്ഷേ ഇത് വർക്കാവണില്ല. പക്ഷേ എനിക്കിത് ഇഷ്ടപ്പെടുന്നത്, എനിക്ക് ചിരിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള ലൈനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ അജിത്ത് മണിയിൽ നോക്കിയിരിക്കുന്നു, ചേട്ടാ ഇത് കൊള്ളാമല്ലോ, ഇവർ പറഞ്ഞ പോലെ അത്ര മോശം പടമൊന്നുമല്ലോ, ഭയങ്കര രസമായിട്ടില്ല ചെയ്തേക്കെന്നുള്ള ലൈനിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുക. അപ്പം നമ്മൾ മനസ്സിലാണ് ഇതെന്താണ്, ഇത് നമുക്ക് വട്ടാണോ ഇനി സംഭവം. എനിക്ക് തോന്നുന്നു ഞാൻ പുള്ളിയുടെ മറ്റേ പടം കണ്ടിട്ടില്ല. ഏത് ഞണ്ടുകളുടെ എനിക്ക് തോന്നുന്നു ഞണ്ടുകളുടെ മീറ്റർ ആയിരുന്നു ഈ സിനിമയെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയായിട്ട് വർക്കാവുമായിരുന്നു ഓഡിയൻസിന്, കോമൺ ഓഡിയൻസിന്. പിന്നെ ഈ ഓണം ആയതുകൊണ്ട് കുറച്ചധികം വർക്ക് കാരണം ഇപ്പം ഈ കൂട്ടത്തിൽ ഫസ്റ്റ് ഹൃദയപൂർവ്വം ലോകയും ഫസ്റ്റ് എനിക്ക് കാണാൻ പറ്റി, അന്ന് വർക്കില്ലായിരുന്നു. ബാക്കി എല്ലാ ദിവസവും 10, 10:30, 9:30 വരെ വർക്കുണ്ടായിട്ടുണ്ട്. എല്ലാം രാത്രിയിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഇത്രയും നെഗറ്റീവ് കിട്ടിയ ഒരു പടം രാത്രി കണ്ട് ഞാൻ വിചാരിച്ചു ഇത് കണ്ട് ഉറങ്ങാം, പക്ഷേ റിവ്യൂ ഒക്കെ ചെയ്യേണ്ടത് കൊണ്ട് കണ്ടേക്കാം എന്ന് വിചാരിച്ചാണ്. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാലേ, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് 100% വർക്ക് ചെയ്തില്ല. ഇപ്പം ഫഹദ് അല്ലായിരുന്നു എങ്കിൽ ഫഹദ് വർക്കാവുന്ന ഒരുപാട് പേരാണ്. നിവിൻ പോളി ആയിരുന്നെങ്കിൽ, അതായത് മറ്റേ ഇതിലെ പോലെ ചിലപ്പോൾ ഈ ഓവർ ആയാലും കാമിന് കലകത്തിൽ പുള്ളി നന്നായിട്ട് ചെയ്ത സാധനം അത് ഈ അബ്സർഡ് കോമഡി ലൈൻ സാധനം. അതെ അതെ. ഇപ്പൊ ഇതിന്റെ കോമഡി അബ്സേർഡ് ആണ്. ബട്ട് ഈ അബ്സേർഡ് കോമഡി പോലും എനിക്ക് തോന്നുന്നത് അതിന്റെ മീറ്ററിന് മേലെയാണ് ഇതിനകത്ത് പ്രസന്റ് ചെയ്തേക്കുന്നത്. ഈ പറയുന്ന ലാലിന്റെ കോമഡി വർക്ക് ആയെങ്കിലും ലാലിന്റെ ഫസ്റ്റ് സീൻ ഭയങ്കര ഓഫായി പോയി. തുടക്കം ഫസ്റ്റ് സീൻ ഭയങ്കര മേളത്തെ മീറ്ററാണ്, പിന്നെയാണ് ലാല് കറക്റ്റ് മീറ്റർ. ഈ പടത്തിന്റെ അവസാനത്തെ എവിടെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ പടത്തിൽ ആ മീറ്റർ മാറിയിട്ട് നോർമൽ മീറ്റർ. അതെ അതെ. അപ്പം പടം പോകെ എനിക്ക് പേഴ്സണലി വർക്കായി വരുമായിരുന്നു. അങ്ങനെയായിരുന്നു എനിക്ക്. ഇപ്പൊ തുടങ്ങിയപ്പോൾ ഞാനും ഇത് കുറച്ച് കയറി നിൽക്കുവാണ്, പല തമാശകളും വർക്കാവാതെയും പോകുന്നുണ്ട്. അത് ചേട്ടാ അതിന്റെ വലിയ റീസൺ അറിയോ, ഈ പടത്തിലെ എല്ലാ ക്യാരക്ടറും അൽത്താഫ് സലീം എങ്ങനെയാണോ അഭിനയിക്കുന്നത് അതുപോലെ. അത് അൽത്താഫ് സലീം എങ്ങനെ ഡയലോഗ് ഡെലിവറി പറയുന്നു, അൽത്താഫ് സലീം എങ്ങനെ അഭിനയിക്കുന്നു. അൽത്താഫ് സലീമിൻ്റെ പടങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാവും, പുള്ളി അഭിനയിച്ചിരിക്കുന്ന പടങ്ങൾ, പുള്ളിയുടെ റോളുകളുണ്ടല്ലോ, പുള്ളി ചെയ്യുന്ന പല പടത്തിലും ആ റോളുകളിൽ പുള്ളി എങ്ങനെയാണ് അഭിനയിക്കുന്നത് അതേ മീറ്ററിൽ എല്ലാവരും അഭിനയിക്കുന്നുണ്ട്. ഈ ഡയലോഗ് എല്ലാം പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയിൽ എനിക്ക് തോന്നിയില്ല. ബട്ട് ഈ കുറച്ചധികം ചളി പറയത്തില്ല ഇങ്ങനെ, അതായത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞേക്കുവാണ്, ഏതെങ്കിലും ഒരെണ്ണം കൊള്ളട്ടെ. അപ്പൊ അത് ഈ ആക്ടിങ്ങും ഭയങ്കര ഹൈ മീറ്റർ, ഈ ചളികളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചധികം ഇനിഷ്യലി നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇത് വരുന്നു. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ പടത്തിനൊരു സബ് ടെക്സ്റ്റ് ഉണ്ട്. അതായത് എന്തിനെ കുറിച്ചാണ് ഈ പടം സംസാരിക്കുന്നത് എന്നൊരു എലമെന്റ്. ഈ എലമെന്റിന് സ്ട്രെങ്ത് കുറച്ച് കുറവാണ്. അത് പിന്നീടാണ് ഇത് നമുക്കിങ്ങനെ തെളിഞ്ഞു വരുന്നത്. അത് എനിക്ക് തോന്നുന്നു ഒരു മെജോറിറ്റി ആൾക്കാർക്ക് മനസ്സിലായിട്ട് പോലില്ല. അത് സംഭവം ഇനിഷ്യലി ഇത് പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ഡ്രീം സീക്വൻസ്, അതായത് എല്ലാവരും ഒരു ഡ്രീമിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതായത് അവർക്ക് അവരുടെ പ്രസന്റിന് വേണ്ടാതെ അവരെന്തോ വേറെന്തോ കാണുന്നുണ്ട്. അതും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓരോരുത്തർക്കും ഓരോ മാനസിക പ്രശ്നമാണ്. അതായത് എല്ലാവർക്കും എന്തോ മാനസിക പ്രശ്നമാണ്. അത് കാണുന്ന മറ്റുള്ളവർക്ക് അത് എല്ലാവരും മാനസിക പ്രശ്നമുള്ള മറ്റുള്ളവരെ കാണുന്നത് വട്ടനായിട്ടാണ്. അപ്പോൾ എല്ലാവരും കോൺസ്റ്റന്റ്ലി അയാൾക്ക് വട്ടാണ്, ലാലിന് വട്ടാണ്, ലാലും വേറൊരാളെ വട്ടാണ്. ആർക്കും പരസ്പരം മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരു എലമെന്റ് ഓഫ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടൊക്കെ ലാലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മകന്റെ കല്യാണത്തിന് അന്ന് പുള്ളി കെട്ടിത്തൂക്കി പോകുന്ന ലൈനിലാണ് പുള്ളി അവതരിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് അതിന്റെ എന്തോ ഒരു മീറ്റ് ഇച്ചിരി അങ്ങോട്ട് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചിരി സിമ്പതിയും കൂടെ ക്യാരക്ടറിനോട് വന്നേനും തോന്നി. അത് നല്ല സീനാണ് അത്. പക്ഷെ അത് എന്തുകൊണ്ടോ അത്
വിചാരിക്കുന്ന പോലെ വർക്കാവാത്ത പോലെ തോന്നി. ഞാൻ കാണുമ്പോഴത്തേക്കും അത് ഈ തലച്ചോറും ഹൃദയം എന്ന് പറയത്തില്ല, അതായത് ഈ തലച്ചോറ് വൈസ് ഇത് വർക്കാണ്, ബട്ട് ഹൃദയത്തിൽ എത്തുന്നില്ല. എനിക്ക് ഹൃദയപൂർവ്വം എത്തിയില്ലേടാ പടം പോലെ ചളിയറിയോ ആ ഒരു സംഭവം. അതായത് ഒരിടത്ത്, അതായത് എവിടെയോ ഇത് വർക്കാവുന്നുണ്ട്, ബട്ട് ഇത് വർക്കാവുന്നില്ല എന്ന് രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ വന്നിട്ട് ഇത് എങ്ങനെയാണ് സ്വീകരിക്കുക? ഇത് നമ്മുടെ പ്രശ്നത്തിൽ നമ്മളിങ്ങനെ വാതിൽ തുറന്നിട്ട് നമ്മൾ വാതിൽ നിൽക്കുക, നമുക്ക് അതോട് കയറാൻ പറ്റത്തില്ല, പുറത്തിറങ്ങി നമുക്ക് പറയുന്ന പോലെ കണക്റ്റ് ആവുന്നില്ല. ബട്ട് നമുക്കറിയാം ഓ ഇതാണ് ഉദ്ദേശിച്ചതെന്ന്. എനിക്കൊരു ഇനിഷ്യലി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കിതിൻ്റെ മറ്റേ ആ ഡ്രീം സീക്വൻസ് ഫഹദിൻ്റെ വരത്തില്ലേ, അതായത് മറ്റേ ഒരു ജ്യൂസ് കുടിക്കുന്നത്, അപ്പം ആ ജ്യൂസ് എലമെന്റ് എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ അത് റിവീൽ ആയി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ പിന്നീട് പറയുമ്പം വിവാഹമാണെന്ന് തോന്നുന്നു, അത് കല്യാണമോ കമ്മിറ്റ്മെൻറ്റോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. കാരണം വേറൊരു ഫാമിലി കല്യാണം വിളിക്കാൻ വരുമല്ലോ, അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങളെല്ലാവരും യെല്ലോ ആണ് ഇടുന്നത്, അങ്ങനെ എന്തോ സംഭവം. അപ്പം എന്തോ ഒരു ലിങ്ക് ഉണ്ട്. അല്ല ഈ സംബന്ധിച്ച് ഇതിനകത്തെ ഈ മുഴുവൻ എലമെന്റുകളെ പറ്റി ഡയറക്ടർ പറഞ്ഞു തന്നാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും. നമ്മളിനകത്ത് എടുക്കുന്ന സാധനങ്ങളിൽ നമുക്ക് ഇതേപോലെ ഓരോ പടം ഒന്നാമത്തെ കാര്യം ആരും ശ്രദ്ധിച്ചാൽ തന്നെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഇതിങ്ങനെ അതാണോ ഇതാണോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ഒരു സംഭവം. എൻ്റെ മനസ്സിൽ എനിക്കിത് ഡിപ്രസ്ഡ് ആണ് ഇവരെല്ലാവരും. ഇവർക്ക് എല്ലാവർക്കും ഓരോ സ്റ്റേജ് ഉണ്ട്. എനിക്ക് എല്ലാവർക്കും ഡിപ്രഷൻ തോന്നില്ല, ഫഹദിന് ഡിപ്രഷൻ ആണ്. അത് എല്ലാവരുടെ ഓരോ റീസണിങ്ങാ. അത് ഫഹദിനിപ്പം വിവാഹം മുടങ്ങി മറ്റേ പെണ്ണിന്റെ ലവ് ഫെയിലിയർ ലൈനാണ് ഫഹദിനെ അവതരിപ്പിക്കുന്നത്. അച്ഛന്റെ ക്യാരക്ടറിന് മറ്റേ പുള്ളിക്ക് ലവ് ആണ്, പുള്ളിയുടെ ഭാര്യയെ പുള്ളിക്ക് മിസ്സായി പോയി, അവളുമായിട്ട് ഇനിയൊരു ഭയങ്കര ഒരു ഡീപ്പ് ഒരു സംഭവമാണ്. അതെ, അതേ സമയത്ത് ഇവരുടെ ഒരു പെണ്ണ് വരുമല്ലോ ബാംഗ്ലൂർ, ഇവർ താമസിക്കുന്നിടത്ത് അയൽവാസി ഒരു പെണ്ണ് വരുന്നുണ്ട്. അവളുടെ പ്രശ്നം ലവ് ഫെയിലിയർ ആണ്. ലവ് ഫെയിലിയർ ഉണ്ട്, സംഭവം ഇതുണ്ടല്ലോ, അതായത് ബോഡി ഒബേസിറ്റി. അത് പക്ഷെ ആ സാധനത്തെ ഓവർകം ചെയ്ത് ഒരു പ്രണയത്തിലായിരുന്നു. അപ്പൊ അവിടുന്ന് ആ കാമുകൻ മരിച്ചു പോയി എന്നുള്ള സംഭവത്തിലാണ് ഭയങ്കരമായിട്ട് ഡൗൺ. ഇതിന്റെയൊക്കെ സബ് ടെക്സ്റ്റ് നമുക്ക് കാണാമെങ്കിലും ഇതിന്റെ പുറത്ത് മൗണ്ട് ചെയ്തേക്കുന്ന ഈ കോമഡിയും സീനുകളും അത്ര ഇൻട്രസ്റ്റിംഗ് അല്ല. അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ആളുകൾ അത് കണ്ടിറങ്ങിയിട്ട് പിൽക്കാലത്ത് ഈ സെക്കൻഡ് വ്യൂവിൽ ഈ സബ് ടെക്സ്റ്റിലേക്ക് എത്തും. ഈ സംഭവം എന്ന് വെച്ചാൽ ഈ മേളി മൗണ്ട് ചെയ്തേക്കുന്ന സീനുകൾ അത്ര ഇൻട്രസ്റ്റിംഗ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സബ് ടെക്സ്റ്റിലേക്ക് പോകാനും മാത്രം തോന്നത്തില്ല. ഇപ്പൊ തഗ് ലൈഫിൽ ഗംഭീര സബ് ടെക്സ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത് കാണാൻ തോന്നത്തില്ല എന്ന് പറയുന്നില്ല. അത്രയും മോശം പടമില്ല ഇത്. ഇതിങ്ങനെ ഞാൻ കുറച്ച് എലമെന്റ്സ് ഇനിഷ്യലി ആ ഫാദർ ഡ്രീമൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇതെന്തോ വലിയ സംഭവമാണ്, നല്ല പടമാണ് എന്ന് വിചാരിച്ച് ഞാൻ കുറച്ചധികം ശ്രദ്ധിച്ച് ക്യൂരിയസ് ആയിട്ടിരുന്നു. ബട്ട് ചില സീനുകളും ചില പരിപാടികളൊക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്ന് തോന്നിയെങ്കിലും ഞാൻ ലാസ്റ്റ് വരെ ഇരുന്ന് ഇൻട്രസ്റ്റിംഗ് ആയിക്കൊണ്ടിരുന്നു പടം. കുറേ സംഭവങ്ങൾ എനിക്ക് വർക്കായി. ഈ പറയുന്ന മേജറായിട്ട് ഈ കോമഡിയും ഇതിൻ്റെ മീറ്റർ, ഈ പടം സെറ്റ് ചെയ്തേക്കുന്ന മീറ്ററാണ് നമുക്ക് ഒട്ടും അത് കുറച്ച് ഇൻകൺസിസ്റ്റന്റ് കൺവിൻസിങ്. പിന്നെ ഈ ധ്യാൻ ശ്രീനിവാസൻ ഈ പറയുന്ന അവരുടെ സീക്വൻസ് വരുമ്പം പെട്ടെന്ന് പടം കട്ട് ചെയ്ത് വേറെ പടത്തിലേക്ക് കുറെ നേരം നമ്മൾ അവരിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നമ്മൾ അതിൽ എനിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ എനിക്കന്ന് പ്രശ്നം എനിക്ക് മനസ്സിലായി ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ ധ്യാൻ ശ്രീനിവാസന്റെ ക്യാരക്ടറിന് പുള്ളിയെ ആ കാസ്റ്റ് എനിക്ക് വേറെ ആളെ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കണ്ടോണ്ടിരുന്നേനെ തോന്നുന്നു. അല്ല, അതാ ഞാൻ പറയുന്നത്. ഈ കാസ്റ്റിംഗ് ത്രൂ ഔട്ട് പടത്തിന്റെ ഇപ്പോൾ ലാൽ വർക്കാണ്, സുരേഷ് കൃഷ്ണ വർക്കാണ്. സുരേഷ് കൃഷ്ണയുടെ ലാലിന്റെ മറ്റേ സുരേഷ് കൃഷ്ണയുടെ വൈഫ് ഒന്നുമില്ല ചെയ്യാൻ പുള്ളിക്കാരി. അതാ പറയുന്നത്, അത് ഒന്നുമില്ല വർക്ക് ചെയ്യാൻ. അപ്പം അവരെയൊക്കെ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നിയായിരുന്നു. അതേ കാരണം പിന്നെ ലാലിന് പെയറായിട്ട് ലാസ്റ്റ് വരുമല്ലോ, അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് ആണ്. എല്ലാ പടത്തിലും ക്യാബിയോ. അപ്പം അത് ലാല് കാരണം വർക്കാവുന്നതാണ് ആ സീനൊക്കെ, അല്ലെങ്കിൽ അത് വർക്കാവത്തില്ല. അതെ, ആ സീനിൽ ഹ്യൂമർ തിയേറ്ററിൽ വർക്കായിരുന്നില്ല. പക്ഷെ അവരെയും വേറൊരു കാസ്റ്റാണ്. ഇപ്പൊ ലാലിന്റെ അത്രയും തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണെങ്കിൽ ചിലപ്പോൾ അത് കണക്ഷൻ രസമായിട്ടൊക്കെ എന്തോ ഈ കാസ്റ്റിംഗ് വൈസും ഈ പറയുന്ന പോലെ അൽതാഫ് സലീമിന്റെ മീറ്ററിലുള്ളവരല്ല വന്നേക്കുന്നതെന്ന് തോന്നി. ഇതൊക്കെ വേറെ മീറ്റർ നിൽക്കുന്നവരെ ഇതിനകത്ത് കൊണ്ടുവന്ന് പുള്ളിയുടെ മീറ്ററിലേക്ക് കൊണ്ടുവരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായത് ഈ പടത്തിനെ പുള്ളി ആക്ച്വലി ആ ഞണ്ടുകളുടെ നാളെ ഇടവേള ചെയ്തൊരു മീറ്ററിലേക്ക് കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് ഈ ആൾക്കാർക്ക് ഇത്ര, കാരണം ഞണ്ടുകളുടെ നാളെ ഇടവേള എന്ന് പറയുമ്പോൾ അതിൽ ഡെഡ് പാൻ ഹ്യൂമറാണ്. ആ സിനിമ ഡെഡ് പാൻ ഹ്യൂമറാണ്. അത് പറയുന്നത് ഒരു ക്യാൻസർ രോഗി അത് സർവൈവ് ചെയ്യുന്നതിൻ്റെ, അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന അത്രയും വലിയ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും ഫാമിലി എപ്പോഴും ഒരു ഭയങ്കര ഇമോഷണൽ ഒരു സങ്കടത്തിലേക്ക്. എനിക്കൊന്നും അത് ആ ഒരു ക്യാരക്ടറിന്റെ പ്രശ്നമുള്ളതെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ചുറ്റി നിൽക്കുന്ന ക്യാരക്ടർ അല്ലേ, ഇപ്പം ഒരാൾക്കിന്റെ ക്യാൻസർ ഉള്ളൂ, ഒരാൾക്ക് ക്യാൻസർ ഉള്ളൂ. അപ്പം ബാക്കിയുള്ള എല്ലാവർക്കും വിഷമമാണ്, എല്ലാവരും വിഷമത്തിരിക്കുക. പക്ഷേ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇവരുടെ എല്ലാവരുടെയും. അപ്പോൾ ഈ അമ്മയ്ക്ക് മാത്രം അമ്മ വിഷമിക്കാതെ അമ്മ എന്തെന്ന് വെച്ചാൽ ഇതിനെ ഭയങ്കര ബോൾഡായിട്ട്
ഇത് ഹാൻഡിൽ ചെയ്യുക. മറ്റുള്ളവരുടെ വിഷമത്തെ എല്ലാം പുള്ളിക്കാരാണ് ഇവരെ ഉണർത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയല്ല ഒറ്റ വീഡിയോയിൽ രണ്ട് പടത്തിന്റെ സ്പോയിലേഴ്സ്. അപ്പോൾ എനിക്ക് ആ സിനിമയുടെ മീറ്ററിലായിരുന്നു ഈ സിനിമയെങ്കിൽ ഇത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഈസി ആയിട്ട് ഈ സിനിമ കണ്ടിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇത് ആൾക്കാർക്ക് ഇത് തുടക്കത്തിൽ ഈ സാധനം വർക്കായില്ലെങ്കിൽ നിങ്ങൾക്കൊരു 2-2.5 മണിക്കൂർ ഭയങ്കര തലവേദനയായിരിക്കും. കാരണം കുറേ പേര് പോയി കണ്ട്, ഇപ്പം ഞാൻ സ്റ്റോറി ഇട്ട് കഴിഞ്ഞ് പോയി കണ്ട് കുറേ പേര് എന്ന് പറഞ്ഞ് ഇവിടെ എങ്ങനെ പറ്റുന്നത്, ഇത് എനിക്ക് എങ്ങനെ പറ്റുന്നത്, എനിക്ക് പറ്റിയില്ല, ഞാൻ ഇൻ്റർവെൽ ആയി ഇറങ്ങിപ്പോയി. ഈ സംഭവമാണ് അത്. ഇതിന്റെ ഈ പടം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോൾ എവിടെയെങ്കിലും ഇനിഷ്യലി ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ, ബട്ട് അങ്ങനല്ല. ഇതിന്റെ മാർക്കറ്റിംഗ് ട്രെയിലർ തന്നെ ഭയങ്കര വീക്കായിരുന്നു. ട്രെയിലർ ഭയങ്കര അണ്ടർവെൽമിംഗ് ആയിരുന്നു. അത് കണ്ടപ്പോഴേ എല്ലാവർക്കും ഒരു മടുപ്പിനെ, ഇവരുടെ ഇന്റർവ്യൂ ആണ് എല്ലാത്തിനകത്തും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട്. ഒരു ട്രോൾ ഞാൻ കണ്ടത് കല്യാണി പ്രിയദർശൻ ഫഹദിനെ വിളിച്ച് പറയുന്നത് ഞാൻ ലോകയുടെ സക്സസ് മീറ്റിന് പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഫഹദിന്ന് വിഷമിക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി തള്ളിക്കഴിഞ്ഞു ഈ പടത്തിന്. ബട്ട് അത്രയ്ക്ക് മോശമല്ല, ഒരു ചാൻസ് കൊടുത്താൽ ചിന്തിക്കാൻ പറ്റിയൊരു സിനിമയാണ് എന്ന് തോന്നുന്നു. എനിക്കൊന്ന് OTT വന്നു കഴിഞ്ഞിട്ട് കുറച്ചധികം അനാലിസിന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ സിനിമ ഇപ്പോൾ ഈ ഓണത്തിന് ഇറക്കാതെ കുറച്ചുകൂടെ മാറി ഒരു സോളോ റിലീസ് കിട്ടിയിരുന്നെങ്കിൽ ഇത്രയും ഹീറ്റ് വരത്തില്ല, ഇത്രയും പ്രശ്നം വരത്തില്ല. കണ്ടിട്ട് ആൾക്കാർ ഈ മിക്സ്ഡ് റെസ്പോൺസ് ഉണ്ടാവും. പടം ചിലപ്പം ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ടായെങ്കിലും ഇത്രയും ഒരു നെഗറ്റീവ് എലമെന്റ് വരത്തില്ല. കാര്യം നമ്മളിപ്പോൾ ലോകയും സംബന്ധിച്ചാൽ 28-ാം തീയതി ലോക കണ്ട് ഹൈ ആയിരിക്കുന്ന ആൾക്കാർ 29-ാം തീയതി ഇതിന് കയറുമ്പോഴത്തേക്കും ഭയങ്കര അൺനെസസറി കമ്പാരിസൺ എല്ലാം. ഇപ്പം ലോകയും ഹൃദയപൂർവ്വം ഒരു ദിവസം ഇറങ്ങിയെങ്കിലും നമ്മളൊരു മൈൽഡ് ലെവൽ ഓഫ് കമ്പാരിസൺ ഓക്കെയാണ്. ഇത് അതില്ല, അത് നല്ല പടം, ഇത് ഇങ്ങനത്തെ പടം. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഒരു പടം വിജയിച്ചെങ്കിൽ മറ്റത് അടിച്ച് തേച്ചൊട്ടിച്ചേക്കാനുള്ള അത്രയും എക്സ്ട്രീമിലേക്കൊക്കെ പോകേണ്ട കാര്യമില്ല. ഇതിപ്പം ഓടുംകുതിര എന്ന് പറഞ്ഞാൽ എല്ലാം വേറെ ടൈപ്പ് പടങ്ങളായിരുന്നു. അപ്പോൾ ഓടുംകുതിര ഈ ലൈൻ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പടം. ചിലപ്പോൾ പുള്ളിക്ക് ഒരു പക്ഷേ അടുത്തൊരു പടത്തിൽ ഇത് പ്രോപ്പറായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതിന്റെ സംഭവം ഐഡിയ ഈ ഒരു ഒറ്റപ്പടം കണ്ടു. ഇത് എന്താ പറയാ, പാളിപ്പോയൊരു ഗംഭീര എഫേർട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഇത് ഇപ്പോഴും ഞാൻ പറയും, ഇത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ലാസ്റ്റ് സ്റ്റേജിൽ ഈ പണം പോയി എന്ന് തോന്നിട്ട് ഇത് എങ്ങനെയും ഇറക്കി വിടാം, അങ്ങനത്തെ ഒരു എൻഡിങ്ങിലൊന്നും അല്ല ഈ നിർത്തിയില്ല. അവസാനം വരെ ഇവർ ഇതിനകത്ത് ആത്മാർത്ഥമായിട്ട് പുള്ളിയുടെ ഒരു ശ്രമമുണ്ട്. പക്ഷെ അത് ഓഡിയൻസിലേക്ക് കംപ്ലീറ്റ് എത്തുന്നില്ല. ഏതോ ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ചിടത്തേക്ക് പടം എത്തിയില്ലെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ആണോ? എനിക്ക് ആക്ച്വലി പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ യൂഷ്വലി അങ്ങനെ സിനിമകൾ കാണുമല്ലോ. ഇപ്പം ഇത് ഓണത്തിന് ഇറക്കി വിട്ടാൽ ഇപ്പം ഇത് ഓടും കുറച്ച്. അല്ല അങ്ങനല്ല ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ ഒരു സംഭവം എഴുതിയിട്ട് നമ്മളത് എടുത്തു വരുമ്പോൾ ഷെടാ അത് നമ്മൾ ഈ സീൻ കുറച്ച് നന്നാവും തോന്നി, പക്ഷെ ആ സീനെ കുറച്ച് അങ്ങനെയൊക്കെ ഒരു മിക്സ് ആൻഡ് മാച്ച് കാണുമല്ലോ. അതിപ്പോ പടത്തിന് അങ്ങനെ ഒരു ഫ്ലോ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പം ഇതിന്റെ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അതായത് ഇതിന്റെ ഈ ഞാൻ പറഞ്ഞ ഈ അപ്സൈഡായിട്ട് ഈ പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ ഒരു സീൻ എത്തിയപ്പോഴത്തേക്ക് ആ സീനിൽ നോർമലായിട്ട് എല്ലാവരും ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ പെട്ടെന്നൊരു ജമ്പ് വന്നു. അതായത് ഈ വരുന്ന അവസാനത്തേക്ക് ഈ ഫഹദ് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടേ ഈ മറ്റേ വീട്ടിൽ കീ എടുക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ കീ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കീ എടുത്ത് തപ്പുന്ന ഒരു സീനില്ലേ, ആ സീനിൽ ലാൽ തമ്മിലുള്ള സീനിൽ അത് ഭയങ്കര നോർമലോ. അത് ഇവർ രണ്ടുപേരും കുറച്ച് നോർമലായിട്ട് സംസാരിക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇവർക്ക് രണ്ടുപേർക്കും വട്ടുള്ള അങ്ങനത്തെ സീനുകളിലാണ് ഇത്. അതൊക്കെ പല സിനിമകൾ എഴുതുമ്പം അതിന്റെ ലോജിക്ക് ഈ സബ്ടെക്സ്റ്റ് ആണ്. അതായത് ഇവർ രണ്ടുപേരും ഇവരുടെ ഇമോഷനെ ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. എനിക്ക് ഇങ്ങനൊരു ഇമോഷൻ ഉണ്ട്, അതിനെ ഞാൻ അഡ്രസ്സ് ചെയ്യാൻ പോവാണെന്ന് തീരുമാനിക്കുമ്പം ഇവർ നോർമലാണ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇനി പടം കാണുവാണെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി. ഇവരുടെ ഇമോഷൻ ഡയറക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ തീരുമാനിച്ചാൽ ഇവർ നോർമലാണ്. പക്ഷെ ഇതിങ്ങനെ അടിയിൽ വെച്ചോണ്ട് വേറൊരു സാധനം ഞാൻ ചെയ്യാന്ന് പറയുമ്പോൾ ഇവരൊക്കെ കുറച്ച് ഓവറാണ്. അതായത് അവരെ സംബന്ധിച്ച് ഞാൻ നോർമൽ ആവുകയാണ്. അപ്പോൾ ആ സീൻ തന്നെ ഇവരിങ്ങനെ രണ്ടുപേരും മത്സരം കാണാതെ ഇങ്ങനെ അപ്പുറം നിൽക്കുക. അപ്പോൾ ശബ്ദം കേൾപ്പിക്കാൻ വേണ്ടി താക്കോൽ അവിടെ രണ്ടുപേരും നോർമലാണ്. ആ സീൻ തീരുന്നതിന്റെ സമയത്ത് ഫഹദ് അവിടെ നിന്ന് പുള്ളിയുടെ മുമ്പിലേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും മറ്റേ സാധനം ഇത് ചിരിച്ചു അങ്ങനെ. അതായത് ആ ഒരു സംഭവമില്ലേ, ആ ഇമോഷനെ മറച്ചു വെച്ച് ചെയ്യുന്നതൊക്കെ അവര് വിചാരിക്കുന്നത് ഞാൻ നോർമൽ ആവുകയാണ്, ആളുകളുടെ മുമ്പിൽ ഞാൻ ചിരിച്ചു കാണി. പക്ഷേ അത് കുറച്ച് ഓവർ ആയിരിക്കണം എന്ന് മനഃപൂർവ്വം പിടിച്ചതാന്ന് തോന്നുന്നു. ബട്ട് അത് ഓവർ ആക്ടിങ് ആയിട്ട് നമുക്ക് തോന്നും ഇതിന്റെ സംഭവം മനസ്സിലായില്ലെങ്കിൽ. ഓവർ ആക്ടിങ് അല്ല, അതായത് കുറച്ച് മാനസിക പ്രശ്നമുള്ളവർ മറ്റുള്ളവരുടെ മുമ്പിൽ നോർമലായിട്ട് അഭിനയിക്കാൻ ശ്രമിക്കുന്നത് കുറച്ച് ഓഫല്ലേ. അയാൾ എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് നമുക്ക് തോന്നുമല്ലോ. വട്ടനായിട്ടാണ് എല്ലാവരും അയാളെ കാണാൻ പോകുന്നത്. ബട്ട് അതിന് പകരം ഈ സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കഥ മൊത്തത്തിൽ ചേഞ്ച് ചെയ്തിട്ട് ഒരു ബന്ധമില്ലാത്ത സാധനങ്ങളും ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഇന്റർപ്രറ്റ് ചെയ്തതാണോ പുള്ളി അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് നമ്മൾ എന്ത് വേണം എടുക്കാം. അതായത് ഫഹദ് വിചാരിക്കുന്നത് അവൾക്ക് ആത്മഹത്യ ടെൻഡൻസി ഉണ്ട് എന്നാണ്. പക്ഷെ അത് ഫഹദ് തന്നെയാണ്. അതായത് എൻ്റെ പ്രശ്നത്തെ ഞാനൊരു തേർഡ് പേഴ്സൺ ആയിട്ട് നിന്നിട്ട് നോക്കുവാണെങ്കിൽ എനിക്ക് രക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് സെക്കൻഡ് ഹാഫിൻ്റെ സംഭവം.
സത്യത്തിൽ ഫഹദാണ് ആ ക്യാരക്ടർ, അതാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചുമ്മാ അത് വെച്ച് കാണുമ്പോഴത്തേക്കും ആയിരിക്കാൻ തോന്നുന്നു. അങ്ങനെ വെച്ച് കണ്ടു നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ഇതൊക്കെ ഗ്രിഡിൽ വന്ന് ഈ സാധനങ്ങളും സീനുകളൊക്കെ ഒന്ന് വീഴുന്നതായിട്ട് തോന്നി. അത് പല പ്രശ്നങ്ങളും. അത് ലാൽ ആക്ച്വലി അവസാനം പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഈ പെണ്ണിനോട് പറയത്തില്ലേ, അതായത് നിന്നെ ഞാൻ അവനോട് പറഞ്ഞു, കാരണം എനിക്കറിയാം അവൻ ഈ പ്രോസസ്സിലൂടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് അവൻ പറയുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ ലാലും പറയുന്നുണ്ട് നീ അങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക, അതായത് നമ്മളിങ്ങനെ കോൺസ്റ്റന്റ്ലി നമ്മൾക്ക് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഇത് എന്ത് ഈ കാണിക്കുന്നത്, ഈ പ്രശ്നത്തിന് എന്തിനാ ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റും. ഇവൻ ആക്ച്വലി നോക്കുമ്പോൾ അവൾ ആക്ച്വലി ഒന്നും ചെയ്യുന്നില്ല, ഇവന്റെ മനസ്സിലുണ്ടായിരുന്നതാണ് ഇവള് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണെന്നുള്ളത്. അതെ അതെ. പിന്നെ അവൻ തന്നെ അവൻ്റെ പ്രശ്നം പറയുന്നുണ്ട്, അവൻ അറിയാതെ, അതായത് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പം ഞാൻ സ്റ്റക്കാവുന്നെന്ന് പറയും. അത് പലർക്കും ഉള്ളൊരു സംഭവമാണ്, അത് ഒരു ഇമോഷണലി നമ്മൾ സ്റ്റക്കാവുന്ന കുറേ സംഭവങ്ങൾ. അത് ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഇത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സിനിമകളിൽ നമ്മൾ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. അപ്പം അതായത് ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിനിമ കാണുമ്പോൾ ആൾക്കാർ പോകുന്നത് ഇങ്ങനെ പോയി ഞാൻ ഒരു പടം കണ്ടയാ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ട് ഈ സാധനം കിട്ടണം. അതെ, അതാണ് ഇതൊരു കോമഡി പടമാണെന്ന് വിചാരിച്ചാൽ നമ്മൾ രസിക്കാനിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതല്ലാതെ ഒരു ചാൻസ് ഈ പടത്തിന് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കുറേ പോയിന്റ്സ് ഇങ്ങനെ ത്രൂ ഔട്ട് ഇട്ടിട്ടുണ്ട്. ഇല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ആൾക്കാർ ഇങ്ങനെ പോയിരിക്കുമ്പോഴേ അവർക്ക് ഇത് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു കൊടുത്താൽ ഓക്കെയാണ്. ആ സമയത്ത് നമ്മളായിട്ട് കാണുന്ന ഓഡിയൻസ് എഫേർട്ട് എടുത്ത് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവില്ല. അതാണ് അതിന്റെ പ്രത്യേകത. അത് ശരിയാണ്. അങ്ങനെ അതിന്റെ ഈ പറയുന്ന സാധനത്തിന്റെ മീറ്റർ പോലും ഈ പറയുന്ന പോലെ ഇത് എത്രത്തോളം അവർക്ക് സിമ്പിളായിട്ട് കൊടുക്കണം, എത്രത്തോളം അവര് കുറച്ച് ഇന്നായി കഴിഞ്ഞാൽ അവർ കണ്ടുപിടിക്കാനൊക്കെ റെഡിയാ. ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുണ്ടായിരുന്നു, ഞാൻ കണ്ടുപിടിക്കാം. നാളെ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ ഏതെങ്കിലും ഭയങ്കര ഫാന്, അത് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ചിലപ്പം ഇരുന്ന് ഓരോ സീൻ ബൈ സീൻ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഇതാണ് ഡയറക്ടർ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു വരുമല്ലോ, മറ്റേ നോളന്റെ കഥയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ ഓടുക ചാടുക ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഒക്കെ ആരെങ്കിലും ചെയ്തു, അത് നല്ല രസമായിരിക്കും. നമ്മൾ നൃത്തം ചെയ്തിട്ടുണ്ട്, അത്രയും ബുദ്ധിയില്ല എനിക്ക് പടം കണ്ടപ്പോൾ എനിക്കിതിൻ്റെ ഈ ക്വിർക്കിനെസ് അല്ലെങ്കിൽ ഈ അപ്സൈഡ് എനിക്ക് കുറച്ച് രസമായിട്ട് തോന്നി. അതിനകത്ത് എനിക്ക് ആ ലൈനിലാണ് ഞാൻ ഈ സിനിമ ആസ്വദിച്ചത്. അപ്പം ഞാൻ തന്നെ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സബ് ടെക്സ്റ്റ് കൊണ്ട് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പല കാര്യങ്ങളും കാണുന്ന ഓഡിയൻസിന് പലർക്കും പല രീതിയിലായിരിക്കും എടുക്കുന്നത്. ഇപ്പം ചേട്ടന് ചില സാധനങ്ങൾ കിട്ടുന്ന പോലെ ആയിരിക്കും എനിക്ക് കിട്ടുന്നത്. ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് വെച്ചിട്ടാണ് ഞാൻ ആ പടം ആസ്വദിച്ചത്. ഞാൻ പറയുന്നില്ല ഇങ്ങനെ ആയിരിക്കാം എന്ന് വെച്ചിട്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ ആയത്, ഈ സീൻ വരാനുള്ള ലോജിക് ഇതായിരിക്കാം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ചിലതൊക്കെ ആസ്വദിച്ചു. അപ്പം എനിക്ക് എൻ്റെ ഇപ്പുറത്തിരുന്ന ആള് ഈ കാല് രണ്ടും സീറ്റ് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പുറത്തെ ഒരു കൊച്ചായിരുന്നു. അപ്പോൾ അവള് ഇത് കോമഡി പടമാണെന്നല്ലേ പറഞ്ഞു, ഞാൻ ഇതുവരെ ചിരിച്ചില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കംപ്ലൈന്റ് പറയായിരുന്നു. ഞാൻ ആക്ച്വലി പടം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടപ്പോൾ അൽത്താഫ് സലീം എനിക്ക് മെസ്സേജ് താങ്ക്സ് ബ്രദർ എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് അത് ഭയങ്കര സങ്കടം തോന്നി. കാര്യം പുള്ളി രാവിലെ മുതൽ പടത്തിന് റിവ്യൂ കേട്ടിട്ടേ ഭയങ്കര തകർന്നിരിക്കുമായിരിക്കും. അപ്പം ആരാണ് പറഞ്ഞ പടം ചേർന്ന് ഒരുത്തരം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുള്ളൂ. ഞാനൊക്കെ ആക്ച്വലി തിരിച്ച് അൽത്താഫിന് മെസ്സേജ് അയച്ചിരുന്നു, ബ്രോ എനിക്ക് പേഴ്സണലി ഇത് വർക്കായി, പക്ഷേ എന്നാലും ഇത് ഭയങ്കര വീര്യം കൂടെ ഐറ്റമാണ്, ഇതിനകത്ത് വർക്കാകാത്ത ഒരുപാട് എലമെൻറ്റുകളുണ്ട്, ബട്ട് സ്റ്റിൽ നമുക്കിത് ആസ്വദിക്കാൻ പറ്റും, ഇങ്ങനൊരു എഫേർട്ട് ഇട്ട് ആസ്വദിക്കാൻ പറ്റും. ബ്രോയുടെ സ്റ്റൈൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇത് മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി വിൽ ട്രൈ ബ്രദർ എന്ന് പറഞ്ഞ് മെസ്സേജ്. പുള്ളി ആലോചിച്ചു, എടാ നീ എൻ്റെ കളിയാക്കുകയാണ്, ഇങ്ങനെ തന്നെ പോട്ടെ. ഞാൻ പറഞ്ഞത് ഇത് കൂടിയ ഐറ്റമാണ്, ഇത് കുറച്ച് പാടാ ദഹിക്കാൻ എന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്യും. ഓഡിയൻസിനെ കുറച്ചുകൂടെ ഒന്ന് നോർമലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചാൽ എനിക്ക് തോന്നുന്നത് ബെറ്റർ പടമാക്കി മാറ്റാമായിരുന്നു. അത് നല്ല ബജറ്റുള്ള സിനിമയാണ്, 32 കോടിയുടെ ബജറ്റ്. ഓൺ സ്ക്രീൻ നമുക്ക് ബജറ്റ് കാണാൻ പറ്റും. ഭയങ്കര രസമാണ് പടം കണ്ടോണ്ടിരിക്കുന്നത്. ബോളിവുഡില് ഭയങ്കര ജോർജ് ആണ് ഇതിന്റെ DOP. ഭംഗിയുള്ള സിനിമ, നല്ല ഭംഗിയുള്ളൊരു സിനിമയാണ്. മ്യൂസിക് മറ്റേ ജസ്റ്റിൻ വർഗീസ്. അതെ ഇനീഷ്യലി മറ്റേ ആ ഒരു എന്തായിരുന്നു കളർ അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഒരു BGM ഉണ്ട്. അതിങ്ങനെ കുതിരപ്പുറത്ത് ഇറങ്ങി വരുമ്പോൾ അലുവ പോലത്തെ കുതിര അതിനകത്തൊക്കെ ഒരു സാധനമുണ്ട്. അത് ഈ ജസ്റ്റിൻ വർഗീസിന്റെ പൈങ്കിളി ഉണ്ടാവുന്നത്, പൈങ്കിളിയുടെ സൗണ്ട് ട്രാക്ക് ഭയങ്കര കിടിലാണ്. അതായത് കുറേ എക്സ്പെരിമെന്റൽ സാധനം മൊത്തത്തിൽ. അതേപോലെ ഇതിനകത്തും ഈ സിനിമ ശ്രദ്ധിച്ചാൽ, ഇതിന്റെ ഓഡിയോ ഭാഗം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ജസ്റ്റിൻ വർഗീസിന്റെ ഇൻപുട്ട് ഭയങ്കരമാണ്. ആ ദുപ്പട്ടവാലി എന്നുള്ള സോങ് ഭയങ്കര രസമാണ്. ഈ സോങ്ങിന്റെ വിഷ്വലൈസേഷനും നല്ല രസമാണ്. ദുപ്പട്ടവാലി ഞാൻ പടം കാണുമ്പോൾ ആദ്യമായിട്ട് അതെ ഞാൻ അതിനു മുമ്പ് ആ പാട്ട് കേട്ടില്ല. അപ്പം വേറെ 1-2 പേര് ആക്ച്വലി പടത്തിന്റെ ട്രെയിലർ എനിക്ക് വർക്കാവുന്നപ്പോൾ ഞാൻ പിന്നെ ഈ പടത്തിനെ കുറിച്ച് കൂടുതലൊന്നും ശ്രദ്ധിച്ചു വരുമ്പോൾ കാണാം എന്നുള്ള സെറ്റപ്പായിരുന്നു. പിന്നെ പടത്തിന് നെഗറ്റീവ് വന്നപ്പോൾ വീണ്ടും ഒന്നും കാണാൻ തോന്നില്ല, നേരെ പടത്തിന് കയറുമായിരുന്നു. അപ്പോൾ പടം കാണുമ്പോഴാണ് നമുക്കിത് ഇങ്ങനെ എന്തൊക്കെയോ കുറേ പരിപാടികൾ ഇവർ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ
എന്ന് തോന്നുന്നത്. ഇത് പട്ടാവാലി ലാലിനെ വെച്ചൊരു റാപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെ, അതൊക്കെ രസമുണ്ടായിരിക്കും. എനിക്കതൊക്കെ വർക്കാണ്. അങ്ങനത്തെ പരിപാടികൾ ക്വർക്കി കോമഡീസ് എനിക്ക് ഇഷ്ടമാണ്. കോമഡി വർക്കായില്ല, പക്ഷെ ആ ക്വർക്കിനെസ് വർക്കായി. കുറേ സ്ഥലത്ത് ഇങ്ങനെ ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്തെ കോമഡി പക്കായിട്ട് ആ മീറ്ററിൽ കിടന്നിരുന്നെങ്കിൽ ഭയങ്കര രസമുള്ള പടമാണ്. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നു ലോക ഇപ്പം മൂന്ന് പേരോട് തമ്മിലുള്ള മത്സരമായിരുന്നു. ഇപ്പോഴും മത്സരം ഒന്നും പറയാൻ പറ്റില്ല. അതെ, ഇവൻ ലോക ആക്ച്വലി ഡബിൾ മീറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹൃദയപൂർവ്വം ഉണ്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ മറ്റേ മീമുണ്ടല്ലോ, അതായത് ലോകയെ എല്ലാവരും എടുത്തു വെക്കുമ്പോൾ വെള്ളത്തിൽ കിടക്കുന്ന ഹൃദയപൂർവ്വം, വെള്ളത്തിനടിയിൽ മറ്റേ ഓടുകൂര ചാടുകൂര. ഈ ലാലിന്റെ ശബ്ദത്തെ ഇതിനകത്ത് ലാല് തന്നെ കളിയാക്കണം. അതെ, പിന്നെ കുറേ ഭയങ്കര രസമായിട്ട് തോന്നിയ കുറച്ച് സീൻസ്. ഒന്നാമത് ആ പെണ്ണുകാണൽ സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർ എല്ലാവരും കൂടെ വന്നിരിക്കുന്നതും എനിക്കൊരു കാര്യം പറയാനുണ്ട് വട്ടത്തിൽ ആ മേശ, അതേപോലെ എനിക്ക് അതിന്റെ അവസാനത്തിൽ ഒരു മേശ കടി വരുന്നത് അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. തിയേറ്റർ കാണുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു. അല്ല, ഞാനത് ഇത് നമ്മൾ ചിന്തിക്കണോ, ഇങ്ങനെ സാധനത്തിലേക്ക് ചിന്തിച്ച് വരണോ, അത് ഭയങ്കര ഞാനത് പുറത്തുള്ളൊരു പടത്തിൽ കണ്ടിട്ടുണ്ട്, ഒരു കോമഡിയിൽ കണ്ടിട്ടുണ്ട്. അണ്ടർ ദ ടേബിൾ ഒരു ഡിസ്കഷൻ, അതായത് എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന മേശ അടിയിലാണ്, പക്ഷെ ഡിസ്കസ് ആരെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, അയാൾ മാത്രം മേളിയിരുന്ന ഇയാൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സീക്വൻസ് ഞാൻ എൻ്റെ മനസ്സിലവിടെ കിടപ്പുണ്ട്. ഞാനത് കണ്ടോണ്ട് എനിക്കിത് എടുത്ത് ഭയങ്കര രസമുണ്ട്. ഇത് എങ്ങനെ നമ്മൾ ഈ സീനിലേക്ക് വന്ന് എൻ്റെ ആവണമല്ലോ ആ സിറ്റുവേഷൻ. എനിക്ക് ആ സിറ്റുവേഷൻ വർക്കായി. ബട്ട് അത് ആരെക്കുറിച്ചാന്നുള്ളത് ആ മറ്റേ പെങ്കൊച്ചില്ലേ, ആ പെങ്കൊച്ചിൻ്റെ ക്യാരക്ടറൈസേഷൻ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്തു എനിക്ക് പടത്തിൽ. എന്തുകൊണ്ടാണെന്നറിയില്ല. അതെനിക്ക് കുറച്ചുകൂടെ ഒന്നെനിക്ക് നമുക്ക് കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് അവരുമായിട്ട് അവരുടെ സീക്വൻസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്തുകൊണ്ട് ഇത്രയും ടൈം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നൊന്നും മനസ്സിലാവാതെ കണ്ടോണ്ടിരിക്കും. ഇത് എപ്പോഴും എൻഡ് ചെയ്യുന്നുള്ളത്. ഇപ്പം എന്താ, പിന്നെ ധ്യാൻ ശ്രീനിവാസൻ വരുന്നു, പിന്നെ അത് കഴിഞ്ഞ പുള്ളിയുടെ കേസ് വരുന്നു, പുള്ളി ഇല്ലാതാവുമ്പോഴും നമ്മൾ ഫീൽ ചെയ്യുന്നു. അല്ല, ആ മരിപ്പ് ബേസിക്കലി മരണം ഇവർക്ക് ഒരു വിഷയമേ അല്ല, അങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് മറ്റേ ഒരു മാത്തമാറ്റീഷ്യൻ, ഞാൻ അവരെയൊക്കെ വരില്ല, മറ്റവരെ അവളുടെ അച്ഛനായിട്ട് വരത്തില്ല. അപ്പം അവളുടെ അച്ഛനല്ലേ, ആ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നത് എന്തോ ഓഡിയൻസിനോട് പറയാനാണ്. അവർ പറയുന്ന ഓരോ ഡയലോഗിലും എന്തിപ്പോൾ മാത്തമാറ്റീഷ്യനാണ്, എല്ലാം കണക്കിൻ പ്രകാരം നടത്തുന്ന പരിപാടികൾ, ഞങ്ങൾ കല്യാണത്തിന് എല്ലാവരും മഞ്ഞിട്ട്, അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ഈ ഫഹദിൻ്റെ ഡ്രീം സീക്വൻസുമായിട്ട് എന്തോ ലിങ്ക് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അത് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഈ ഫഹദ് പറയുന്ന പോലെ തന്നെ എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല. എനിക്ക് എന്തുകൊണ്ട് ഈ സങ്കടം വരുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഞാനായിരുന്നു ഒരു ക്ലാരിറ്റി ഇല്ല, അല്ലെങ്കിൽ ഞാൻ സ്റ്റക്ക് ആവുന്നു, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഫഹദ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഡ്രീമിലും ഈ പറയുന്ന ക്ലാരിറ്റി ഇല്ലാത്ത ഐഡിയാസ് എന്തോ ഒരു ക്ലാരിറ്റി കുറവ് പടത്തിന്റെ സ്ക്രിപ്റ്റിലും ഉണ്ടെന്ന് തോന്നുന്നു. അതായത് ഫഹദ് ഒരു പോയിന്റ് ചേട്ടാ ഇതിനെപ്പറ്റി മൊത്തത്തിൽ ഡയറക്ടർ തന്നെ ഉണ്ടായിരിക്കും, പക്ഷെ പുള്ളിക്ക് ഇത് മൊത്തത്തിൽ ഇങ്ങനെ എടുത്ത് അതെ ഇത് അതിന്റെ എവിടെയോ ഒരു പറ്റില്ലെന്ന് തോന്നുന്നു. ഏതോ ഒരു നട്ട് മുറുക്കിയിട്ടില്ല എന്നുള്ള സെറ്റപ്പാണ്. അപ്പം പടത്തിനും ഈ പറയുന്ന അതായിരിക്കും മനസ്സിലായത്. പുള്ളിക്ക് ഇപ്പം ഈ 2 മീറ്റർ മനസ്സിലായിട്ടുണ്ട്. അതായത് ആദ്യത്തെ പടത്തിന്റെ ആ സംഭവം ആ സിനിമയ്ക്ക് ഇറങ്ങിയ സമയത്ത് മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. ആ സിനിമ ഞങ്ങൾ കാണാൻ പോയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വർക്കായി. ആ സിനിമയ്ക്ക് മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു. ഇതുപോലെ ഓണം ആയതോ ക്രിസ്മസ് എന്തോ സമയത്താണ് ഇറങ്ങിയത്. ആ സമയത്ത് ഇറങ്ങിയ പടമാണ്. അപ്പോൾ ആ ടൈമിൽ ആ സിനിമയ്ക്ക് തുടക്കത്തിൽ ഭയങ്കര മിക്സ്ഡ്, കാരണം ഈ ഡെഡ് പാൻ ഹ്യൂമർ നമുക്കിവിടെ അറിയത്തില്ല ആൾക്കാർക്ക്. അപ്പോൾ ആ സിനിമ എല്ലാവരും ഡോക്ടറും ഇതുപോലെ മിക്സ്ഡ് അല്ല, മിക്സ്ഡ്. പക്ഷേ എനിക്ക് ഡോക്ടറെ കുറച്ചുകൂടെ ആ മീറ്റർ മേളിലാണ്. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ആ മീറ്റർ അതിങ്ങനെ ഭയങ്കര ലൈറ്റർ സാധനം. അപ്പോൾ ഓഡിയൻസിന് അതിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുന്നു. പക്ഷെ ആ സിനിമ പിന്നീട് അത് ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ കയറി വരുന്ന ഒരു സിനിമയായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു ഓക്കെ അതുപോലെ തന്നെ ആയിരിക്കും ഇതിൻ്റെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ ചിലപ്പം ഇത് കുറച്ചൊരു ആക്സെപ്റ്റ് ചെയ്യായിരിക്കും. പിന്നെ അത് ആക്സെപ്റ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അനാലിസിസ് ഇതിലേക്ക് വരണം. അത്രയും ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ അനാലിസിലേക്ക് വരുവാണെങ്കിൽ കോമയിൽ കിടക്കുമ്പോഴാണ് ഈ ഡ്രീം സീക്വൻസ് കാണുന്നത്, ലൂപ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രീം സീക്വൻസിൽ തന്നെ ഒരു സ്ഥലത്ത് വെച്ച് സ്റ്റക്ക് ആവുകയാണല്ലോ. അതായത് ആ മഞ്ഞ ജ്യൂസ് ആ പോയിന്റാണ് സ്റ്റക്ക് ആവുന്നത്. അത് എന്തുകൊണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഒന്നുകൂടെ കാണുമ്പോൾ അത് വർക്കാവായിരിക്കും. ഇതേപോലെ ആ മഞ്ഞ ജ്യൂസ് കിട്ടുമ്പോഴാണ്, മഞ്ഞ ഡ്രസ്സിലാണ് ഇവൾ വന്ന് ലാസ്റ്റ് ഫൈനലിൽ വരുന്നത്. ഇവർ മറ്റേ കല്യാണത്തിന് മഞ്ഞ ഇട്ടുണ്ട്, അങ്ങനെ എന്തോ ഒരു എലമെൻറ്റ് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അത് എനിക്ക് ഫുൾ ക്ലാരിറ്റിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടിയാൽ ചിലപ്പം അത് കൃത്യമായിട്ട് എല്ലാവർക്കും കിട്ടിയിരുന്നെങ്കിൽ. മഞ്ഞയുടെ പ്രോഗ്രാംസ് എന്താണ് പടത്തിൽ? അതെ, മഞ്ഞ സംഭവം. അതുപോലെ ഈ സ്റ്റക്ക് ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഡ്രീം എന്നുള്ളൊരു എലമെൻ്റ് ഇല്ലേ, അതായത് അതെവിടെയോ ഞാൻ പടം കണ്ടപ്പോൾ തോന്നിയായിരുന്നു. അത് കുറേ തവണ ഒരു ഡ്രീം കണ്ടു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ റിയാലിറ്റി ആ ഡ്രീമായി മാറും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഡ്രീമിലാണോ റിയാലിറ്റിയിലാണോ അറിയാത്ത. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതെവിടെയോ ആരോ
ഇതിനകത്ത് ആർക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളതുപോലെ. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് ഫഹദിൻ്റെ ചേട്ടൻ ക്യാരക്ടറാണ്. പക്ഷെ അയാൾ ഇതിനെയൊക്കെ ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ചുമ്മാ കാഷ്വലായിട്ടാണ് മരണം പോലും ട്രൈ ചെയ്യുന്നത്. എന്തൊക്കെയോ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്ന് ത്രൂ ഔട്ട് നമുക്ക്. അതുപോലെ എന്തൊക്കെ ഞാൻ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതൊന്നും ചിന്തിച്ച് കാണില്ലായിരിക്കും. അല്ല എനിക്ക് തോന്നുന്നത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ആ ഫാമിലി ഫുള്ള് ഭയങ്കര ഡിസ്ഫങ്ഷനില്ല. അതായത് അച്ഛനും മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഭയങ്കര പാറ്റേൺ ഇതുപോലെ തന്നെ. അതായത് അവിടെയും ഡിസ്ഫങ്ഷണൽ ഫാമിലി ആയിരുന്നു, രണ്ടുകളാണ് ഇടവേള. ആ ഫാമിലി എല്ലാവരും തമ്മിൽ ഇങ്ങനെ ഒരു കണക്ഷൻ ഇല്ലാത്ത ഇതായിരുന്നു. അവർ അവസാനം ഈ അമ്മയുടെ ഈ ഒരു ക്യാൻസറിൻ്റെ അതായത് അമ്മ അതിനെ സർവൈവ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഫാമിലി അവർ ഇതാക്കി എടുക്കുകയാണ്. അങ്ങനത്തെ ഒരു ലൈനിലായിരുന്നു അത് ചെയ്തത്. അപ്പോൾ എനിക്ക് ആ സിനിമ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇതേ പാറ്റേണിലാണ് പുള്ളി അവിടെ ഈ സാധനം തന്നെ പ്ലേസ് ചെയ്യുന്നത്. ഇതിൻ്റെ മീറ്റർ ഇങ്ങനെ ആനയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം നിൽക്കുകയാണ് എന്നുള്ള സാറിന് ഇങ്ങനെയൊക്കെ കുറച്ചധികം ചിന്തിച്ച് കാണേണ്ട സിനിമ എന്ന് തോന്നുന്ന സിനിമകളിൽ ഓരോ എലമെൻറ്റും അവർ പ്ലേസ് ചെയ്യുന്നത് അങ്ങനെ ആയിരിക്കും. മറ്റേ നായികയുടെ ക്യാരക്ടർ തന്നെ പിള്ളേരെ നോക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അങ്ങനെയൊക്കെ എലമെൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ പ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ മാനസിക പ്രശ്നമുള്ളവരെയൊക്കെ നോക്കാൻ അവരൊക്കെ പിള്ളേരെ പോലെ ആയിരിക്കും. അങ്ങനെയൊക്കെ എലമെൻറ്റ്സ് വെക്കും. ബട്ട് അതൊക്കെ അവരുദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓരോ എലമെൻറ്റും ഞാൻ അങ്ങനെ ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടാണോ എന്ന് തോന്നുന്നു. കുറേ പടത്തിൻ്റെ നെഗറ്റീവ്സ് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. ഞാനിത് വീണ്ടും കാണുമോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഇല്ല പടം. ഇതിൻ്റെ സാധനം എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതേപോലെ ആയിരുന്നു പണ്ട് നമ്മുടെ ലാലും എല്ലാവരും കൂടെ ഉള്ളൊരു 1983 ഡയറക്ടറുടെ ഒരു പടം ഉണ്ടായിരുന്നു, മഹാവീരറും. എനിക്കൊരു 75 to 85% സംഭവം കത്തി. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ പടം കണ്ടിറങ്ങിയപ്പോൾ. മലയാളത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഇറങ്ങിയല്ലോ. ബട്ട് ആ 15% ഇല്ലേ, അത് ഭയങ്കരമായിട്ട് എന്നെ അന്ന് ഡിസ്റ്റർബ് ചെയ്തു. ഇതെന്താണെന്ന് അറിയാൻ ഇന്നുവരെ എനിക്കറിയത്തില്ല. വേറെ പലർക്കും വർക്കായില്ല ആ പടം. അത് ഇതെന്ത് പടത്തെ എന്ത് തേങ്ങയാണെന്ന് ചോദിച്ചിട്ട് ആളുകൾ ഇറങ്ങിപ്പോയി. ബട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ സാധനം ഇതൊക്കെ കൂടെ ഈ 15% കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ വട്ടം വരച്ച് കംപ്ലീറ്റ് ചെയ്യാമല്ലോ. എനിക്ക് സമാധാനം. ഞാൻ കേട്ടാ ബുദ്ധിമാൻ. ഹിന്ദി ഒരു പടം തമാശ. എനിക്ക് ആ ലൈൻ പടം കൊണ്ടിരുമ്പോൾ തോന്നി. തമാശക്കകത്തും ഇതുപോലെ സിമിലർലി വേറൊരു സാധനം ഹാൻഡിൽ ചെയ്യുന്നു. ബട്ട് പലർക്കും അത് മനസ്സിലായില്ല. ആ പടം ഇതുപോലെ പടത്തിൽ പാട്ടൊക്കെ വെച്ച് ഭയങ്കര അതിനും ഏകദേശം ഈ ഒരു ലൈൻ എനിക്ക് അന്ന് ഫസ്റ്റ് ടൈം പടം കണ്ട് വർക്കായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാനത് കഴിഞ്ഞ് പടം കണ്ടിട്ടില്ല. എനിക്ക് അറിയത്തില്ല. അത് ഈ പറയുന്ന ഒരു മെന്റൽ ഹെൽത്തും അതിനെ ഡീൽ ചെയ്യുന്നത് രണ്ട് നായകൻ തന്നെ ഡ്യുവാലിറ്റി അങ്ങനത്തെ. അപ്പം അതിൻ്റെ തന്നെ ഒരു മലയാളം വേർഷൻ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതും എനിക്ക് ഇനിഷ്യലി ഈ പറയുന്ന പോലെ തുടക്കം ഇവരുടെ ആക്ടിങ് ഭയങ്കര ഓവറായിരുന്നു. അതിൻ്റെ മീറ്റർ ഇതുപോലെ കുറച്ച് ഓവറായിട്ട് പിന്നെ നോർമലായിട്ട് വരിക പടം. എനിക്കൊന്ന് ആ പാറ്റേൺ പോലെ. ഞാനെന്നാ സിനിമ ഈ പറഞ്ഞ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായപ്പോൾ ആ സിനിമ ഇറങ്ങിയ സമയത്ത് കണ്ടതാണ്. പക്ഷെ എനിക്കത് ഞാൻ മുഴുവിപ്പിച്ചില്ലെന്ന് തോന്നുന്നു ഇതുവരെ. തമാശ പിന്നെ കണ്ടിട്ടില്ല. തമാശക്കകത്തും നല്ല സാധനമാണ്. ബട്ട് പടം 100% എനിക്കും ഇപ്പം കണ്ടാലും വർക്കായിട്ടില്ല. ബട്ട് അതിൻ്റെ അകത്ത് സാധനം ഗംഭീര സംഭവം. അപ്പോൾ ആ സംഭവം ഗംഭീരമായതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫോളോയിങ് ഉണ്ട് ആ പടത്തിന്. അതിന് ഈ പ്രശ്നം ഇതായി ഭയങ്കര ഓവർ ആക്ടിങ് ആണ് ഇനിഷ്യലി. പിന്നെ ആ കഥയിലേക്ക് വരുമ്പോൾ കുറച്ച് നോർമലാണ് ഇവരൊക്കെ. അപ്പോൾ ഓണത്തിൽ നമ്മുടെ 4ാമത്തെ ചിത്രം മേനെ പ്യാർ കിയ. ഈ മേനെ പ്യാർ കിയയുടെ അധികം വലിയ ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. ആർക്കും തന്നെ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ തന്നെ വന്നൊരു സിനിമയാണ്. പക്ഷേ എനിക്ക് ആ സിനിമയുടെ ഇനിഷ്യൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഏതാ ഈ ഹൃദു ഹാരുണും പ്രീതി മുതനും ഈ വെഡ്ഡിങ് ഡ്രസ്സിൽ നിന്നിട്ട് ചോരയിലൊക്കെ കുളിച്ച് അങ്ങനത്തെ ഒരു വൈബ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താ പരിപാടി എന്നൊരു തോന്നുന്നുണ്ടായിരുന്നു എന്തോ. പക്ഷേ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ എനിക്ക് ഒരു നോർമൽ സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ പുതിയൊരു ഐഡിയ ആയിരിക്കുമെന്ന് തോന്നി. ബട്ട് ഈ പറയുന്ന പോലെ അല്ല ഐഡിയ ആയിരിക്കും എനിക്ക് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കണ്ടപ്പോൾ തോന്നി. ട്രെയിലർ വന്നപ്പോഴത്തേക്കും ഭയങ്കര ജനറിക് ഒരു ഞാൻ കണ്ടിട്ടില്ല. ആണോ? ട്രെയിലറിനകത്ത് മൊത്തം നമുക്ക് മനസ്സിലാവും ഇത് ഇത്രേ ഉള്ളൂ എന്നും. അതിനകത്തുള്ള ഇൻട്രസ്റ്റ് ആക്ച്വലി നമ്മുടെ ഫ്രണ്ട് അതിനകത്ത് ആക്ട് ചെയ്യുന്നു. ആക്ച്വലി നമുക്ക് ആ പടത്തിൽ റോള് ചെയ്യുന്നുണ്ടെന്നുള്ള സംഭവം അറിഞ്ഞ്. പിന്നെ മറ്റേ അർജു ആക്ച്വലി നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അവരൊക്കെ ആക്ടിങ്ങിലേക്ക് വരുമ്പോൾ കുറച്ചധികം പേടിക്കേണ്ട ആളുകളാണല്ലോ അർജു. പ്രത്യേകിച്ച് എല്ലാവരും ട്രോൾ ചെയ്യുകയും റോസ്റ്റ് ചെയ്യുകയും അവരുടെ അതൊക്കെ കാണാനുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നുള്ളൂ. സോ മേനെ പ്യാർ കിയ പുള്ളി കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് അന്ന് തന്നെ, അതായത് ഓടുംകുതിരയ്ക്ക് മുമ്പ് ഞാൻ മേനെ പ്യാർ കിയ കണ്ടു. അത് കഴിഞ്ഞാൽ ഓടുംകുതിര കണ്ടത്. അപ്പോൾ മേനെ പ്യാർ കിയ എന്ന പേര് തന്നെ എനിക്ക് ഭയങ്കര പടത്തിൽ നമ്മൾ ഈ പടം മൊത്തം കാണുമ്പോഴേ ഈ പടത്തിനകത്ത് ഈ പേരൊരുമാതിരി എന്തോ ജസ്റ്റ് ഓക്കെ ലവ് സ്റ്റോറി ആയതുകൊണ്ട് മേനെ പ്യാർ കിയ എന്നൊരു പേരിട്ടു എന്നുള്ള ലൈനിലാണ് പേര് കിടക്കുന്നത്. ഹിന്ദിക്കാരൊന്നുമില്ല, തമിഴാണ്. പടത്തിന്റെ കഥയിലെല്ലാം തമിഴും ഞാൻ കാതലിക്രീം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെ തമിഴ് ടച്ച് ഉണ്ടല്ലോ. നായിക തമിഴാണ്.
അങ്ങനെയാണ്. ഞാൻ നായക ഹിന്ദിക്കാരെ സോ സിനിമയിൽ മെയിൻ ക്യാരക്ടറായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദു ഹാരൂൺ, പിന്നെ മുറ സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത്, പിന്നെ പ്രീതി മുകുന്ദൻ്റെ മലയാളത്തിലെ ഡെബ്യൂ ആണ്. തമിഴിൽ ഒരു 2 പടത്തിൽ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ണപ്പ. അപ്പോൾ ഈ സിനിമയിൽ എനിക്ക് ഇതുപോലെ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ പടത്തിൽ ഉണ്ടായതുകൊണ്ട് ഒരു ഫസ്റ്റ് ടൈം പോയി കണ്ട എന്താ എനിക്ക് തോന്നുന്നത് ഏതായാലും ചെറുപ്പക്കാരുടെ പടമല്ല, അപ്പോൾ എന്തെങ്കിലും ഒരു എലമെൻറ്റ് കാണുക പടത്തിലെന്നുള്ളതാണ്. സിനിമ തുടങ്ങിയത് ഒരു ഫസ്റ്റ് സീൻ, പടത്തിൻ്റെ ആദ്യത്തെ സീൻ ഭയങ്കര രസമായിരുന്നു. അതൊരു തമിഴ്നാട് നടക്കുന്ന ഒരു 3 ചെറുപ്പക്കാർ തമിഴ്നാട്ടിൽ ചെന്ന് അവരൊരു ഇരുതല മൂല്യം വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സീനാണ്. ആ സീൻ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആ സീൻ എൻഡ് ആവുന്നത്. അത് ഭയങ്കര രസമായിരുന്നു. ആ സീൻ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും ഡയറക്ടറുടെ കയ്യിൽ ഒരു വെടിക്കുള്ള സാധനമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോകുന്ന പടം നേരെ നമ്മുടെ നാട്ടിൽ നായകൻ അവരുടെ കഥയിലേക്ക് പോകുന്നു. നായികയെ കോളേജ് വെച്ച് കണ്ടുമുട്ടുന്നു. ആദ്യ ദർശന പ്രണയം, പിന്നെ നായകൻ സ്റ്റോക്കിങ് എന്ന് പറയുമ്പോൾ മറ്റേ കട്ട ക്രിഞ്ച് സ്റ്റോക്കിങ്. ഈ സ്റ്റോക്കിങ് കണ്ടും നായിക പറയുന്നുണ്ട് ഇതൊക്കെ തപ്പ് തമ്പി, സ്റ്റോക്കിംഗ് എല്ലാം பண்ணக்கூடாது, പെരിയ തപ്പ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അതിലൊന്നും താല്പര്യം, എനിക്ക് ഇങ്ങനെ ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോഴും നായകനെ പറഞ്ഞു നിർത്താൻ ശ്രമിച്ചിട്ടും നായകൻ മാറുന്നില്ല. നായകൻ സ്റ്റോക്കിംഗ് തന്നെ പറയുന്നുണ്ട് സ്റ്റോക്കിംഗ് ആണ്. പിന്നെ പടത്തിൽ പറയുന്നുണ്ട് ചേട്ടാ സംഭവിച്ചാൽ അപ്പോഴും ഇവളിതിനെതിരാണ്, ഇവർക്ക് ഇവനോട് പ്രേമമൊന്നുമില്ല, ഇവൻ സ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ പണം പറഞ്ഞു നിർത്തുന്നതും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യുന്നവരിലും നല്ലവരുണ്ട് എന്ന് പറയുന്ന പോലെയാണ് സിനിമ നിർത്തുന്നത്. അല്ലാതെ സ്റ്റോക്കിങ് തെറ്റാണെന്ന് പറയുന്നില്ല, ഇങ്ങനെ പറയുന്നില്ല അവൻ കൊലപാതകമൊക്കെ ചെയ്തതിൽ ഉള്ളിൽ അപ്പോൾ അങ്ങനെ ഇല്ലേ. അപ്പം എനിക്ക് മനസ്സിലായത് പടത്തിൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് മൊത്തം ഈ ഒരു പുതുമയില്ലാത്ത വളരെ ക്രിഞ്ചായിട്ടുള്ള ഒരു റൊമാൻറ്റിക് സിനിമ പോവാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലേക്ക് ഷിഫ്റ്റ് ആവും. നായികയെ വീട്ടുകാർ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകണം. പിന്നെ നായകൻ തമിഴ്നാട്ടിലേക്ക് പോവാ നായികയെ കാണാൻ. അവിടെ നമ്മൾ വേറൊരു തമിഴ് പടം കാണും, ഗാങ്സ്റ്റേഴ്സ്, രക്തം തെറിക്ക. ലോകേഷ് പടത്തിൽ കാണുന്നത് രാത്രിയിൽ കുറേ ഗുണ്ടകൾ കാറും വണ്ടിയൊക്കെ ആയിട്ട് എങ്ങോട്ട് ഓടുന്നു, കുറേ പേര് തമ്മിലടിക്കുന്നു, ഗ്യാങ് വാറ്, പൊരുളെങ്കടാ എന്നോട് പയ്യങ്കടാ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ ബഹളം വെക്കുന്നു. ഇങ്ങനെ ഒരു ബന്ധമില്ലാത്തൊരു സംഭവം. അതിൻ്റെ ഇടയിൽ ഈ നായകനും ടീമും ചെന്നു ഏതോ ഒരുത്തൻ്റെ അടിയിൽ പെട്ടുപോകുന്നു. ഇവന്മാരെ കുറേ ഇടിച്ച് കൊല്ലാറാക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ നിങ്ങൾ ആൾ മാറിപ്പോയി, നിങ്ങളല്ല ഫസ്റ്റ് ഇരുതല മൂലി കൊണ്ട് വന്ന ടീമിനാണ് ഇവന്മാരെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അത് വേറെ ടീമാണ്. അപ്പോൾ അവരാൾ മാറി ഇവന്മാരെ ഇടിക്കുന്നു. ഇവന്മാരെന്ന് വെച്ചാൽ അപ്പോൾ പറയുന്നു എന്നാൽ അങ്ങനെ ചുമ്മാ ഇടിച്ചിട്ട് കൊണ്ടിട്ട് പോകാൻ പറ്റും, നമുക്ക് നമ്മൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞ് ഇവന്മാരോട് തിരിച്ചടിക്കും. അവനെ പാലിച്ച് എന്തിനു തിരിച്ചടിക്കുന്നത്, നിങ്ങൾ ആ സമയം കൊണ്ട് തിരിച്ചു പോയാൽ പോരെ. അതല്ല, അങ്ങനെ നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത 2 പടങ്ങൾ, അതായത് ഒരു റൊമാൻറ്റിക് ക്രിഞ്ച് ബോംബ് പടവും ഒരു തമിഴ് മാസ് ബോംബ് പടവും ഈ 2 പടത്തിന് ഹാർഡ് ഡിസ്ക് എഡിറ്റർക്ക് കിട്ടുകയാണ്. എഡിറ്റർ ഈ 2 പടം കൂടെ ആദ്യം പ്രീതി മുകുന്ദനും ഋതുഹാരനും അഭിനയിച്ച റൊമാൻറ്റിക് പടം പുള്ളി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് ബോറടിച്ച് വയ്യണ്ടേ. അപ്പോൾ പുള്ളി നോക്കിയപ്പോൾ എന്നാൽ ഒരു തമിഴ് പടം വന്നിട്ടുണ്ട്, അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ അതിൽ ആൻ്റണി വർഗീസ് വരുന്നു. എന്നാൽ ഇരിക്കട്ടെ, നമുക്കിത് 2 കൂടെ ക്ലബ് ചെയ്യാം. ഈ തമിഴ് പടവും ഈ മലയാള സിനിമ എക്സ്ട്രാ എടുത്താൽ മതി, ക്ലബ്ബ് ചെയ്ത് ഞാൻ പുതിയൊരു പടം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്ത് വെച്ച പോലെ ഈ സിനിമ. അത് ഈ 2 കഥയിലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നുമില്ല. പിന്നെ ഈ സിനിമയിൽ ഋതു ഹാരൂണിൻ്റെ ആക്ടിങ് എനിക്ക് സിനിമയിൽ വളരെ മോശമായിട്ട് ഫീൽ ചെയ്തു. കാരണം പുള്ളിയുടെ ഇതിനു മുമ്പുള്ള പടങ്ങളിലൊക്കെ എനിക്ക് പേഴ്സണലി പുള്ളിയുടെ ആക്ടിങ് ഭയങ്കര സുരാജൊക്കെ ആയിട്ടുള്ള അതെ ആ പടം. അപ്പോൾ അതിൽ ഈ പയ്യൻ അതുകൂടാതെ മറ്റേ ഓൾഡ് ഇമാജിനറി സ്റ്റൈലിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നല്ല ആക്ടറാണ്. പക്ഷേ ഈ സിനിമയിൽ പുള്ളി ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നു. കാരണം പുള്ളിയുടെ ഒരു കംഫർട്ട് സോൺ അല്ലെങ്കിൽ എന്താ പറയുക, പുള്ളിക്ക് പറ്റിയൊരു ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടർ അല്ലാത്ത പോലെ, അതോ പുള്ളിയുടെ മിനിറ്ററിൽ സെറ്റാവാത്ത പോലെ ഇനിഷ്യൽ ആക്ടിങ് സീക്വൻസുകളെല്ലാം ഭയങ്കര ശോകം, ബാഡ് ആക്ടിങ് എല്ലാവരും. അപ്പോൾ ഈ പറഞ്ഞ അർജു ആണെങ്കിൽ അർജു എങ്ങനെയാണോ നമ്മൾ പുള്ളിയുടെ ഇൻ്റർവ്യൂ കണ്ടാലോ പുള്ളിയുടെ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണോ അർജു നിൽക്കുന്നത് അതേപോലെ തന്നെ അർജു ഇതിനകത്ത് ബിഹേവ് ചെയ്ത് അങ്ങ് പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഉപദ്രവകാരിയല്ലേ. നമ്മുടെ ഒരു പ്രശ്നമില്ലേ, ലവ് സ്റ്റോറീസ് എഴുതാനോ ഷൂട്ട് ചെയ്യാനോ അറിയത്തില്ല. അതേപോലെ അത് ജഡ്ജ് ചെയ്യാൻ പോലും അറിയത്തില്ല. ശരിക്കും പിന്നെ നമ്മൾ പറയുമ്പോൾ ലവ് സ്റ്റോറിയാണ് ക്രിഞ്ചാണെന്ന് അങ്ങനെയല്ല, നമുക്കറിയാം ലവ് സ്റ്റോറീസ് ഒരു മീറ്റർ ഉണ്ടല്ലോ, ഈ മീറ്റർ അത് താണ്ടി അങ്ങ് പോവുക, നമുക്കത് ക്രിഞ്ചാവുക, ക്രിഞ്ചിലേക്ക് അങ്ങ് പോവാണ്. ലവ് എന്ന് പറയുന്നത് ക്രിഞ്ചാണെന്ന് പറഞ്ഞാലും അതിൽ രസിക്കാവുന്ന ക്രിഞ്ചുണ്ടാവും. പക്ഷേ ഇതങ്ങനല്ല. ഇത് മറ്റേ ഒരു 10 വർഷം മുമ്പ് എടുത്താലും നമ്മൾ പറയും ഇത് 10 വർഷം മുമ്പ് എടുക്കേണ്ട പടമായിരുന്നു. അങ്ങനത്തെ ലൈൻ ഓഫ് ഒരു പഴയ ഒരു ഫോർമാറ്റിലാണ് ഇവരുടെ ലവ് സ്റ്റോറി. അപ്പം നമുക്കതിനകത്ത് എക്സൈറ്റ് ചെയ്യേണ്ട ഒന്നുമില്ല, അതായത് നമുക്ക് രസിക്കാനുള്ള ഒരു സീൻ പോലും ഇല്ല. പക്ഷേ ഇടയ്ക്ക് അവിടെ ഇവിടെ എനിക്കൊന്ന് ഇൻ്റർവെല്ലിന് മുമ്പ് എന്തോ 1-2 കോമഡി സീൻ വർക്കാവുന്നുണ്ട്, ചിരിക്കുന്നുണ്ട് നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ പടത്തിൽ ഭയങ്കര ഡൾ മൊമെൻ്റ് മൊത്തത്തിൽ. ബട്ട് എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാ സിനിമ ഇപ്പോൾ ഓണത്തിനിറങ്ങിയ, പക്ഷേ എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഈ ഓടും കുതിര ചാടും കുതിര വളരെ അൺസഹിക്കടായി തോന്നിയുകൊണ്ട് മേനെ പ്യാർക്ക് ഒരു ആശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ട് പലർക്കും. ഒരു വലിയ ഉപദ്രവകാരിയല്ല എന്ന് പറയുന്നവരാണ് അവർ അതിനെ കണ്ടിരിക്കുന്നത്. ഓടും കുതിര ചാടും കുതിരയ്ക്ക് ഭയങ്കര എക്സ്ട്രീം
റിവ്യൂ. ഇപ്പം അടുത്തിടയ്ക്ക് ഞാൻ മറ്റേ കുറേ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ടല്ലോ, സിനിമ ഗ്രൂപ്പുകൾ, അപ്പോൾ അതിനകത്തൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം പോസിറ്റീവ് റിവ്യൂസ് വരുന്നുണ്ട് ഈ ഓടും കുതിരയ്ക്ക്. ഇതിനും ആക്ച്വലി ഇത് അങ്ങനെ പറയുന്നത്ര മോശം പടമല്ല എന്നാണ് വരുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി പരിപാടി. ഇപ്പം എൻ്റെ പ്രശ്നം എക്സ്പെക്ടേഷൻ അല്ല, 2 പടമാണ്. അപ്പോൾ ഈ 2 പടം എനിക്ക് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. അതൊരു തമിഴ് സിനിമ ഒരു തമിഴ്നാട്ടിലൊരു സംഭവം നടക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുന്ന ഒരാൾക്കാർ അതിനകത്ത് പെട്ടുപോവുക. അപ്പോൾ ഇവരതൊന്ന് പെട്ടുപോയി അവിടെ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നതാണ് സിനിമ ഇവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ധീരൻ ബെറ്റർ പടമാണ്. ഇതങ്ങനല്ല, ഇത് തമിഴ്നാട്ടിൽ നടക്കുന്ന സ്റ്റോറി ലൈനില്ലേ, ആ സ്റ്റോറി ലൈൻ നമുക്ക് മനസ്സിലാവുന്നില്ല. അതായത് ആ സാധനം ഫുള്ളി ഇല്ല. എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം എന്ന് മനസ്സിലാവും. അതായത് നമ്മൾ നോക്കുമ്പോൾ ഇവർ ഫൈറ്റ്, നിങ്ങൾ എന്തിനാണ് ഫൈറ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ കഥ എന്താണെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ അപ്പോൾ ആ കഥ ഫൈറ്റ് ചെയ്യണം. ഇപ്പോൾ ആ കഥ നമുക്ക് അറിയണ്ട, നമുക്കതൊരു സർഫസ് ലെവലിൽ കിട്ടിയാൽ മതിയെങ്കിലും അതിലൊരുപാട് ഫോക്കസ് ചെയ്തു ഇവർ ആ സീക്വൻസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആ സീക്വൻസ് മോശമായിട്ടല്ല ചെയ്തേക്കുന്നത്. ഈ പടത്തിലെ നന്നായിട്ട് എടുത്തിരിക്കുന്ന സീക്വൻസ് തമിഴ്നാട്ടിലെ സീക്വൻസാണ്. അത് തുടക്കത്തിലെയും ഈ അവസാനത്തോട് വരുന്ന സീക്വൻസുകളൊക്കെ നന്നായിട്ട് ഈ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ കണ്ടപ്പോൾ ഈ പുള്ളിക്കാരെ ശരിക്കും ഉദ്ദേശിച്ച ഒരു ആക്ഷൻ പടം എടുക്കാനാണോ അതോ ഒരു റൊമാൻറ്റിക് പടം എടുക്കാനോ, പുള്ളി എന്താണ് പുള്ളി ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ആക്ഷൻ പടം എടുത്ത് പകുതിയായപ്പോഴാണ് പ്രൊഡ്യൂസറിന് ഇപ്പം ആക്ഷൻ പടം നിർത്തിക്കോ നമുക്ക് റൊമാൻസ് എടുക്കാം നമുക്ക് എന്ന് പറഞ്ഞ് മാറിയത് പോലത്തെ ഒരു ഫീൽ. കാരണം പുള്ളിക്ക് പറ്റുന്നത് ഈ ആക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് പടം ഹാൻഡിൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റുമെന്ന് എനിക്ക് ഈ പടം കണ്ടപ്പോൾ തോന്നുന്നു. പുള്ളി ആ ഫൈസലുദ്ദീൻ എന്നാണ് ഡയറക്ടറുടെ പേര്. അപ്പം പുള്ളി ആ ലൈനിലേക്ക് സഞ്ചരിച്ചാൽ, പുള്ളിയാണ് എഴുതിയിരിക്കുന്നത്, ആ ലൈനിലേക്ക് സഞ്ചരിച്ചാൽ ഉറപ്പ് നല്ല ബെറ്റർ പടം ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഈ അനാവശ്യമായ റൊമാൻറ്റിക് ട്രാക്കിൽ പടം അങ്ങ് പോവാം. പടത്തിൻ്റെ പേര് മേനെ പ്യാർ കിയാന്ന് വിട്ട് ലവ് സ്റ്റോറിയാന്ന് പറഞ്ഞ് പടം പൊക്കോണ്ടിരിക്കണം. അപ്പം ആ ലവ് സ്റ്റോറി കാണാൻ വരുന്നത് നോക്കുമ്പോൾ വേറൊരു പടം, ഒരു തമിഴ് പടം, അതും ഒരു ഏകദേശം നമ്മുടെ പടമായി. റൊമാൻസ് ആക്ഷനും എടുത്താലേ നമ്മൾ രണ്ടും കൂടെ എടുത്തൊരു പടത്തി വെച്ചാൽ റിവ്യൂ ചെയ്യുന്ന പറയുവാണെങ്കിൽ ആക്ഷൻ ഹാൻഡിൽ ചെയ്യാം, റൊമാൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല, ഇത് അങ്ങനെ ആ ഫീൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു കാരണം പടത്തിൽ. കാരണം നമുക്ക് ഇപ്പം ഇവരുടെ കഥയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ പടം കണ്ടിട്ട് ഓക്കെ കുഴപ്പമില്ല, ഇത് ചുമ്മാ ഒരു വട്ടം കണ്ടുവിടാന്ന് പറയുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇതെന്താണ് ഇതിങ്ങനെ വയ്യാണ്ടായി പോയി, ക്ഷീണിച്ചു പോയി പടം കണ്ട. അങ്ങനെ അത്രയേ ഉള്ളൂ അത്. അങ്ങനെ പിന്നെ എനിക്ക് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇലക്ട്രോണിക്കലിയാണ് ചെയ്തിരിക്കുന്നത്, സൗണ്ട് സ്കോറും ഇലക്ട്രോണിക്കലി. പുള്ളി വാഴയിലൊക്കെ പാട്ട് ചെയ്ത ഒരു പാട്ട് ഇപ്പം റിലീസ് ചെയ്ത് ഞാൻ കണ്ടത്. പുള്ളിയിലെ ഇതിൻ്റെ പാട്ടും ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നല്ല രസമുണ്ട്, നല്ല വർക്കാണ്. പടത്തിനെ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇറങ്ങി ഓടാത്തതിൻ്റെ ഒരു വലിയ കാരണം ഈ സ്കോറിങ്. അതാ പറഞ്ഞത്, ഈ ചേസിങ് സീക്വൻസ് ആക്ഷൻ പരിപാടിയൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ്. പക്ഷെ നമ്മൾ ഇത് ഞാൻ എന്തിനാണ് ഇത് കാണുന്നത് എന്നുള്ള ചോദ്യം നമുക്ക്. ഇത് രസമാണ്, ഇത് നന്നായിട്ട് ചെടുത്തിട്ടുണ്ട്, എന്നാൽ പിന്നെ നീ അത് കണ്ടുകൊണ്ടാൽ ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പടമോ ഇപ്പം കാണുന്ന സീനും വേറെയാണ്, അതൊന്നും ബന്ധമില്ല. അതുകൊണ്ടാണ് അത്രയുള്ള പ്രശ്നം. അല്ലാതെ അത് നമ്മൾ പറഞ്ഞ മോശമായിട്ടല്ല, അത് പുള്ളി നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് സിനിമയിൽ വേറൊരു പടമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതാണ് നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഈ സിനിമയോട് ഒരു. അതിന് ശേഷം ഈ സിനിമയുടെ എൻഡിങ്ങിൽ ഒരു ഉദ്ദേശിക്കുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. അതായത് ഈ നായിക ഒരുമിക്കുന്നില്ല, അവർ 2 വഴിക്ക് പോവാണ്. അപ്പോൾ പടത്തിൽ ഈ നായിക ഇവനെ പ്രണയിച്ചിട്ടേ ഇല്ല, നായികയ്ക്ക് ഇവനോട് അങ്ങനെ പ്രണയമില്ല. നായിക ഒരു വളരെ കൂട്ടിക്കിടന്ന കിളിയാണ്. അവളെ ഇവൻ ഒന്ന് എന്താ പറയുക, അവളുടെ ഒരു ഫ്രീഡത്തിന് ഇവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു മൊമെൻറ്റിൽ. അവൾ ആഗ്രഹിക്കുന്ന ഫ്രീഡമാണ്. അവൾ വീണ്ടും ഒരാളെ പ്രണയിച്ച് അയാളുടെ നിലയ്ക്ക് നിൽക്കാനുള്ള ആഗ്രഹമല്ല അവൾക്ക്. അപ്പോൾ അതാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്ന എലമെൻറ്റ്. അപ്പോൾ ഇവൻ ആക്ച്വലി അവളെ അപ്പോഴും ഇവന് ഇഷ്ടമാണ് അവളെ. ഇവൻ സ്റ്റിൽ ഐ ലവ് യു എന്ന് പറയുന്നത് സ്റ്റോക്ക് ചെയ്തുകൊണ്ട് അങ്ങനെ ഒന്നിപ്പിക്കാനും പറ്റത്തില്ല. അങ്ങനെയാണ് എൻ്റെ. അപ്പം എനിക്ക് മനസ്സിലായി ആ ശ്രമം അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പടമെങ്കിൽ ആ ലൈനിൽ നല്ല രീതിയിൽ എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പടത്തിൻ്റെ മൂഡ് ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇത് എന്തോ റൊമാൻറ്റിക് പടം വരുന്നു, ആക്ഷൻ പടം വരുന്നു, അവസാനം മറ്റേ ഗൗതം മേനോൻ്റെ പടം വരുന്നു, അങ്ങനെ പറയുന്ന പോലത്തെ ഈ എലമെൻറ്റുകളെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പം ഈ മിക്സ് ശരിയാവുന്നില്ല. അതാണ് മേനെ പ്യാർ കിയിൽ എനിക്ക് ഫീൽ ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് എനിക്കത് ഭയങ്കര, എനിക്ക് തോന്നുന്നു ഞാൻ ആ മേനെ പ്യാർ കിയിൽ അത്രയും ഡിസപ്പോയിൻറ്റ് ആയതുകൊണ്ടായിരിക്കും എനിക്ക് ഓടുംകുതിര വളരെ തുടക്കം മുതലേ ഞാൻ ചാർജായി. കേട്ടത് ചാർജ് അല്ല, തമാശ പറഞ്ഞല്ല. ഞാനത് അജിത്തോട് പറയാൻ അല്ലെങ്കിൽ നമ്മൾ ഈ സിനിമ കണ്ടിട്ട് വളരെയധികം ഡിസപ്പോയിൻ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓടുംകുതിര നമുക്ക് ഇത്രയും വർക്കാവുന്നെന്ന് തോന്നുന്നു എന്ന്. അതൊക്കെ പേഴ്സൺ ടു പേഴ്സൺ മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മേനെ പ്യാർ കിയെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണച്ചിത്രങ്ങളിൽ നിങ്ങൾ കണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് പടങ്ങൾ ഏതാണ്, നിങ്ങളുടെ
നമ്മുടെ അഭിപ്രായങ്ങളോട് എന്തെങ്കിലും യോജിപ്പുണ്ടോ വിയോജിപ്പോ എന്തുണ്ടെങ്കിലും ന്യായമായ ഭാഷയിൽ മറ്റേ ഹൃദയപൂർവ്വത്തിൽ പറയത്തില്ലേ എടാ ആദ്യത്തെ 1000 കമന്റേ ഉള്ളു തെറി പിന്നെ പോസിറ്റീവ് എന്ന് പറയുന്ന പോലെയാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷവും സ്നേഹവും നിറഞ്ഞ ഓണാശംസകൾ. സ്നേഹമൊന്നുമില്ല. അതെ.